ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് സൈക്ലോജെൻസിസ് മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ ഇമ്പാക്ട്സ്, ക്ലൈമറ്റ് ചേഞ്ച് എന്താണെന്ന് പഠിച്ചു. പിന്നെ അതിൻ്റെ കുറേ ഇമ്പാക്ട്സ്, ടെമ്പറേച്ചർ റൈസ്, സീ ലെവൽ റൈസ്, ഡ്രൗട്ട്, അതെല്ലാം കുറേ നമ്മൾ കണ്ടു. അപ്പോൾ അത് കാണാത്തവർ ഒന്ന് പോയി കണ്ടിട്ട് വന്ന് കണ്ടിന്യൂ ചെയ്ത് കാണുക. സൈക്ലോജെൻസിസ് എന്താ സൈക്ലോജെൻസിസ്? സൈക്ലോൺ ഇങ്ങനെയൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടല്ലേ. സൈക്ലോൺ രൂപപ്പെട്ടു. എന്താ ഇത് സൈക്ലോൺ? വ്യക്തമായിട്ട് അറിയാമോ? നമുക്കതിനെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാം. എന്താണ് സൈക്ലോജെനിസിസ് എന്ന് ചോദിക്കുമ്പോൾ പറയേണ്ടത് എന്തെന്നറിയാമോ? ഒരു സൈക്ലോൺ ഉണ്ടാവുക. അത് പിന്നെ അറിയാമല്ലോ, സൈക്ലോജെനിസിസ് എന്ന് പറയുമ്പം സൈക്ലോൺ ഉണ്ടാവുക തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ സൈക്ലോൺ ഉണ്ടാവുന്നു. ഇനി എന്താ ഈ സൈക്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സിസ്റ്റം ഓഫ് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. കണ്ടോ, ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ ഒരു സിസ്റ്റം അവിടെ ഫോം ചെയ്യുന്നു. ആ സിസ്റ്റം ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ റൊട്ടേറ്റിംഗ് വിൻഡ്സ്. ഇതൊക്കെയാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ്. സിസ്റ്റം ഓഫ് ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവുള്ള ഒരു സിസ്റ്റം ഫോം ചെയ്യുന്നു. ആ സിസ്റ്റത്തിനകത്ത് കുറേ വിൻഡ് നമുക്ക് കാണാം. വിൻഡ് അതെന്ത് വെറുതെ ഇരിക്കണോ, അത് റൊട്ടേറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു പ്രത്യേകതരം ഒരു 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 സെറ്റപ്പാണ് സൈക്ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാം, ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഓഷൻ. ഈ ഓഷനിലാണ് എന്തോ ഉണ്ടാവുന്നത്? സൈക്ലോൺസ് ഉണ്ടാകുന്നത്. അവിടെയാണ് കഥ നടക്കുന്നത്. അപ്പം അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഇതിപ്പം എർത്താണെന്ന് വെച്ചോളൂ. അപ്പം എർത്തിൻ്റെ ചുറ്റും എയറിൻ്റെ ഒരു പല പല ടൈപ്പ് എയറിൻ്റെ അല്ല ഗ്യാസിൻ്റെ ഒരു ലെയർ ഉണ്ട്. അതിനെ നമുക്ക് അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കാം. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയർ എർത്തിൻ്റെ സർഫസിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഫോഴ്സിനെ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയാം. ഇത് എർത്തിൻ്റെ സർഫസിൽ കൂടുതലും ഹൈറ്റിലോട്ട് പോകുമ്പോൾ കുറവുമായിരിക്കും. ഓക്കെ, അത് മനസ്സിൽ വെച്ചോ. അപ്പം ഈ കടലിലെ ടെമ്പറേച്ചർ 26°C കൂടുതലാകുമ്പോൾ, അത് നോട്ട് ചെയ്തു, അതാണ് തുടക്കം കുറിക്കുന്നത്. കൂടുതലാകുമ്പോൾ, അതായത് വെള്ളം ചൂടാകുമ്പോൾ എന്ത് പറ്റും? അത് വേപ്പറാവും അല്ലേ? അപ്പം അതിനോടൊപ്പം ഈ ഓഷൻ്റെ തൊട്ട് മുകളിലുള്ള എയറും ഹീറ്റഡ് ആവും. അപ്പോൾ ഇവിടുന്ന് വേപ്പർ പൊങ്ങി വരുന്നു, നമുക്ക് ഇവിടുത്തെ എയർ ചൂടായി. അപ്പോൾ ഈ വേപ്പർ കണ്ടന്റ് ക്യാരിയിങ് ആയിട്ടുള്ള വാം ആയിട്ടുള്ള എയർ ആയിട്ട് മാറത്തില്ലേ ഇവിടുത്തുള്ള എയർ? അതിൻ്റെ ഡെൻസിറ്റി കുറവാണ്. അപ്പം അത് മുകളിലേക്ക് അങ്ങ് പോവും. ഇവിടുന്ന് കുറേ എയർ മുകളിലേക്ക് പൊങ്ങി പോവും. അപ്പോൾ ഇവിടെ ഒരു ലോ പ്രഷർ ഏരിയ ഡെവലപ്പ് ചെയ്തില്ലേ? ലോ പ്രഷർ, ഇതിനെയാണ് നമ്മൾ ന്യൂനമർദ്ദം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലെപ്പോഴും കാണുന്നതാണ് ഈ ഒരു സിറ്റുവേഷൻ. നമ്മൾ പാത്രത്തിൽ വെള്ളം ബോയിൽ ചെയ്യാൻ വെക്കുമ്പോൾ ഈ വെള്ളം ചൂടാവുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലുള്ള എയർ ചൂടാവുന്നുണ്ട്. അതുകൊണ്ട് ഈ വെള്ളം വാട്ടർ വേപ്പർ ആ എയറിൽ എന്താണ് ക്യാരിയിങ് ആയിട്ട് ആ വേപ്പർ ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങിപ്പോകും. നമ്മൾ കണ്ടില്ലേ? എന്നിട്ട് അത് മുകളിൽ എവിടെ എന്തെങ്കിലും ചെന്ന് തട്ടിയാൽ എന്ത് ചെയ്യും? അവിടെ നിന്ന് തണുത്ത് കുഞ്ഞു കുഞ്ഞു വെള്ളത്തുള്ളികളാവും. ഇത് നമ്മൾ ലൈഫിൽ എപ്പോഴും നമ്മൾ കാണുന്നൊരു അതേ സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ അതേ മുണക്ക് വെള്ളം ചൂടായി വേപ്പറായി അത് ക്യാരി ചെയ്തുകൊണ്ട് ഇവിടുത്തെ എയർ പിന്നെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് അതിങ്ങനെ മുകളിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ലോ പ്രഷർ ഏരിയ ഞാൻ പറഞ്ഞ. അപ്പോൾ ഇതിനെ ലോ പ്രഷർ, ഇതിനെയാണ് ന്യൂനമർദ്ദം എന്ന് പറയുന്നത്. നമ്മൾ ന്യൂസിൽ കേൾക്കുന്ന സാധനമാണ്. ആ ന്യൂനമർദ്ദം വന്നു കഴിഞ്ഞാൽ എന്ത് പറയും? മീൻപിടുത്തക്കാരിറങ്ങരുത്, ഇതിനെ തുടർന്ന് ശക്തമായ മഴയും ഇടിയും ഒക്കെ ഉണ്ടാവും എന്ന് പറയും അല്ലേ? അപ്പം എന്തായാലും ഈ ന്യൂനമർദ്ദം ഉണ്ടായി കഴിയുമ്പോൾ, ലോ പ്രഷർ ഏരിയ ഇവിടെ ഉണ്ടായി കഴിയുമ്പോൾ ഇതിന് ചുറ്റും ഹൈ പ്രഷറാണ്. അപ്പം ആ ഹൈ പ്രഷറിൽ ഉള്ള സ്ഥലത്തു നിന്ന് എയർ ഈ ലോ പ്രഷറിലേക്ക് റഷ് ചെയ്ത് ഇങ്ങോട്ട് വരും. ആ വരുന്ന വരക്കത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിൻ്റെ പേരാണ് കോറിയോലിസ് ഫോഴ്സ്. അപ്പോൾ അതെന്താണെന്നൊന്ന് ഞാൻ മനസ്സിലാക്കി തരാം. അതിനുപരി ഇത് ജസ്റ്റ് കണ്ടോ, ചുറ്റുമുള്ള എയർ ഇങ്ങോട്ട് റഷ് ചെയ്ത് വരുന്നു. റഷ് ചെയ്ത് ആ ഒരു ലോ പ്രഷർ ഏരിയ ഫില്ല് ചെയ്യാൻ വേണ്ടി വരുന്നു. അത് ജസ്റ്റ് കാണിച്ചാണ്. കോറിയോലിസ് ഫോഴ്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടോ, എർത്ത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വസ്തുവും
നോർത്തിൽ നിന്ന് ഇക്വേറ്ററിലോട്ട് വരുവാണെങ്കിൽ അതിന് റൈറ്റിലേക്ക് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ട്. അത് നമുക്ക് ഏതൊരു വസ്തുവും സൗത്തിൽ നിന്ന് ഇക്വേറ്ററിലോട്ട് വരുമ്പം ലെഫ്റ്റിലേക്ക് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് നോക്കിയേ, ഇങ്ങനെ വന്നിട്ട് റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ഇങ്ങനെ ഉണ്ടോ വരുന്ന വായുവിനെല്ലാം, കാരണം ഈ ഇക്വേറ്ററിലല്ലേ ചൂട് കൂടുതൽ, ഇവിടെ അല്ലേ ഇങ്ങനെ ഒരു ലോ പ്രഷർ ബെൽറ്റ് ഫോം ചെയ്യാൻ, ലോ പ്രഷർ ഏരിയ ഫോം ചെയ്യാനുള്ള ചാൻസ്. അപ്പോൾ ഇവിടുന്നായിരിക്കുമല്ലോ, ഇവിടുന്നും ഒക്കെ ആയിരിക്കുമല്ലോ വായു ഇങ്ങോട്ട് വന്ന് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ എടുക്കുക, അവിടെ അതിൻ്റെ അടുത്തൊരു ലോ പ്രഷർ ഏരിയ വന്നാൽ ഇവിടെ നിന്നുള്ള എയർ എല്ലാം വന്നിട്ട് റൈറ്റിലോട്ടൊന്ന് ഡിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് റൈറ്റിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോഴത്തേക്കുണ്ടോ ഇവിടെ ഉണ്ടാവുന്ന കാറ്റെല്ലാം ഇങ്ങനെ സ്പൈറലായിട്ടൊന്ന് കറങ്ങും. ഇവിടെ റൈറ്റിലോട്ട് ഡിഫ്ലക്ഷൻ ആയതുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും ഇവിടുത്തെ സൈക്ലോൺസ്. മറിച്ച് ഇവിടെ സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് വരുവാണ് കാറ്റെങ്കിൽ ഇവിടെ വന്നിട്ട് എന്താ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്ന സൈക്ലോൺസിൻ്റെ ഒരു റൊട്ടേഷൻ. മനസ്സിലായി? കാരണം എന്താണ്, ഇവിടെ ലെഫ്റ്റിലോട്ടാണ് ഡിഫ്ലക്ഷൻ ഉള്ളത്. ഈ ഡിഫ്ലക്ഷൻസ് ഉണ്ടാക്കുന്ന ആ ഫോഴ്സിൻ്റെ പേരാണ് കോറിയോലിസ് ഫോഴ്സ്. അതെന്ന് പറഞ്ഞാൽ എർത്ത് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നിനും സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ പറ്റത്തില്ല, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ഡിഫ്ലക്ഷൻ, ഒരു വളവ് സംഭവിക്കും. അതാണ് ഈ സൈക്ലോൺസ്, ഈ സ്പൈറലിങ്, എയറിൻ്റെ സ്പൈറലിങ്, ആ എയറിൻ്റെ സ്പൈറലിങ് ആണ് ഈ പ്രശ്നം എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കടലിലേക്ക് ഒന്നുകൂടെ വരാം. കടലിൽ നിന്ന് നമ്മൾ കണ്ടു വായു ചൂടായി മുകളിലേക്ക് വന്നു. കുറേ മുകളിൽ വരുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കുറയുമ്പോഴത്തേക്ക് ഈ വേപ്പറായിട്ടിരുന്ന സാധനം എന്ത് ചെയ്യും, കണ്ടൻസ് ചെയ്ത് വെള്ളമായിട്ട് മാറിയിട്ട് ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് മാറും. അങ്ങനെ ക്ലൗഡാവും, മേഘങ്ങളായിട്ട് മാറും. അപ്പം മേഘങ്ങളായിട്ട് മാറുമ്പോഴത്തേക്ക് ഒരു ഫോമിൽ നിന്ന് അടുത്ത ഫോമിലേക്ക് മാറിയതുകൊണ്ട് വേപ്പറിൽ നിന്ന് ലിക്വിഡ് ഐസ്, അപ്പം അവിടെ ലേറ്റൻറ്റ് ഹീറ്റ്, ഒരു എനർജി റിലീസ് ചെയ്യും. അതിൻ്റെ പേരാണ് ലേറ്റൻറ്റ് ഹീറ്റ്. അപ്പം ലേറ്റൻറ്റ് ഹീറ്റ് വരുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇത് ചുറ്റുമുള്ള ഒരു ഹീറ്റല്ലേ, ചുറ്റുമുള്ള വായു വീണ്ടും എക്സ്പാൻഡ് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ സ്പൈറലിൻ്റെ ഉള്ളിലെ ആ ലോ പ്രഷർ ഏരിയയുടെ വലിപ്പം കൂടി വരും ഇതിൻ്റെ ടൈം കഴിയും തോറും. ഒപ്പം നമ്മുടെ ക്ലൗഡ് ഉണ്ടല്ലോ, ക്ലൗഡ് ഒരുപാടായി കഴിയുമ്പോഴത്തേക്ക് ഡ്യൂ പോയിന്റ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ, ഡ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മീൻസ് എന്താണ് എയർ മൊളിക്യൂളിനും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വാട്ടറിൻ്റെ ഒരു ലെവലുണ്ട്. അപ്പോൾ അത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡ്യൂ പോയിന്റ് എന്ന് പറയും. ആ ഡ്യൂ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഈ ക്ലൗഡ് അത് പിന്നെന്ത് ചെയ്യും, പ്രസിപ്പിറ്റേറ്റ് ചെയ്യണം, മഴയായിട്ട് വരും, അതിശക്തമായ മഴ, ഇടി. അതുകൊണ്ടാണ് സൈക്ലോൺസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഈ ഭയങ്കര മഴയും ഇടിയും ഒക്കെ ഉണ്ടാകും എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ വലിപ്പം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും സമയം, എത്രയും കൂടുതൽ സമയം ഇത് ഓഷനിൽ നിൽക്കുമ്പോൾ. അതെന്താ കാരണം അടിയിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ വാമായിട്ടുള്ള, ഈ ടെമ്പറേച്ചർ അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം വാമായിട്ടുള്ള എയർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അതിൻ്റെ വലിപ്പം കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം അതാണ് സൈക്ലോൺ. സൈക്ലോണിൻ്റെ ഒരു സ്പൈറൽ ഇതാണുണ്ടോ, ഇതിപ്പം എന്താണ്ടേ സതേണിലുള്ളതാണ് കേട്ടോ. അപ്പം സതേണിൽ ലെഫ്റ്റിലോട്ടല്ലേ ഡിഫ്ലക്ഷൻ, ഇങ്ങനെ കാറ്റ് വന്ന് ലെഫ്റ്റിലോട്ട് ഡിഫ്ലക്ഷൻ, ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു സൈക്ലോണാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഭീകരമായ ഒരു സൈക്ലോണിനെ ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോളൂ സൈക്ലോണിനെ. ഇതാ അതിൻ്റെ ഹൈറ്റ് കണ്ടോ, സ്പൈറലിങ് കണ്ടോ, ഇടിയും മഴയും ഉണ്ടോ, അതിൻ്റെ ഹൈറ്റ് ഇത്രയും വരുന്നുണ്ട്, ചുറ്റും ഇടി വെട്ടുന്നതൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. അതാണ്. ഇനി ഒരു കാര്യം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ, ഈ സൈക്ലോൺ എപ്പോഴാണോ കരയിൽ കയറുമ്പം അത് എന്ത് നഷ്ടപ്പെടും, ഈ മോയ്സ്ചർ കണ്ടന്റ്, കടലിൽ നിന്നായിരുന്നല്ലോ ആ മോയ്സ്ചർ കണ്ടന്റ് വരുന്നത്, മോയ്സ്ചർ കണ്ടന്റും ആ വാംതും, അത് രണ്ടും അതിന് നഷ്ടപ്പെടും. കാരണം വെള്ളമില്ല, ചൂടായിട്ടുള്ള വെള്ളം കരയിലോട്ട് കയറുമ്പോഴത്തേക്ക് അത് ഡിസപ്പിയർ ആയി പോവില്ലേ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ. അപ്പോൾ അത് ഇല്ലാതാകുമ്പോഴത്തേക്ക് അടിയിൽ നിന്നുള്ള ആ വളർച്ച നിൽക്കുമ്പോഴത്തേക്ക് സൈക്ലോൺ പതുക്കെ വീക്കനായിട്ട് മാറും. അത് ജസ്റ്റ് നമുക്ക് കാണാം. കരയിലോട്ട് കയറുക, നോക്കി അതിൻ്റെ അടിഭാഗം വീക്കായി പതുക്കെ ക്ഷയിച്ച്
പോകും. അപ്പോൾ ഇതാണ് സൈക്ലോൺ. എന്താണെന്ന് മൊത്തത്തിലൊരു ഐഡിയ കിട്ടി കാണുമല്ലോ. എൻ്റെ നിങ്ങൾക്ക് നോട്ട്സ് എഴുതാൻ വേണ്ടി ഞാൻ കുറച്ച് പോയിന്റ്സ് കാണിക്കാം. സൈക്ലോൺ ഫോർമേഷൻ. അപ്പോൾ സൈക്ലോൺ ഉണ്ടാവണമെങ്കിലുള്ള ടെമ്പറേച്ചർ കണ്ടീഷൻ നമുക്കറിയാം. 26.5 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്ത് വരും? വാട്ടറിൻ്റെ മുകളിലുള്ള എയർ ഹീറ്റപ്പ് ആവും. ലോ പ്രഷർ ഏരിയ ഉണ്ടാകും. അതിനുശേഷം എന്ത് പറ്റും? മോയിസ്റ്റ് എയർ പൊങ്ങിപ്പോയി അത് കൂൾ ചെയ്ത് കണ്ടൻസ് ചെയ്ത് ക്ലൗഡായിട്ട് മാറും. അപ്പോൾ ഒരു ഫോമിൽ നിന്ന് അടുത്ത ഫോമിലേക്ക് വരുമ്പം ലേറ്റൻറ്റ് ഹീറ്റ് റിലീസ് ചെയ്യും. ആ ഹീറ്റ് വെച്ചിട്ട് സറൗണ്ടിങ് എയേഴ്സ് വീണ്ടും വാംതായിട്ട് ലോ പ്രഷർ ഏരിയയുടെ സൈസ് കൂട്ടും. ചുറ്റുമുള്ള ഹൈ പ്രഷർ ഏരിയ എന്നുള്ള എയർ ലോ പ്രഷർ ഏരിയയിലേക്ക് വീണ്ടും റഷ് ചെയ്ത് എത്തും. ആ റഷിങ് അത് കോറിയോലിസ് ഫോഴ്സ് കാരണം എന്ത് പറ്റും? നോർത്തേൺ ഹെമിസ്ഫിയറിൽ കൗണ്ടർ ക്ലോക്ക് വൈസ്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസും സദേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസും ആണ്. കാരണം ആ ഒരു ഡിഫ്ലക്ഷൻ, അതാണ് കോറിയോലിസ് ഫോഴ്സ്. അത് കാരണമാണ് ഈ ഒരു റൊട്ടേഷൻ്റെ ഡയറക്ഷനിൽ വ്യത്യാസം വരുന്നത്. ഇനി അടിയിൽ നിന്ന് കടലിൽ നിന്ന് വീണ്ടും എയർ മുകളിലേക്ക് വരുന്നത് കണ്ടൻസ് ചെയ്യുന്ന അനുസരിച്ച് ആ മൊത്തത്തിൽ ആ സിസ്റ്റത്തിൻ്റെ സൈസും ഇൻറ്റൻസിറ്റിയും ഒക്കെ കൂടും. ഇനി ഇൻ സ്ട്രോങ് സൈക്ലോൺസ് ഒരു കാം സെൻറ്റർ ഉണ്ട്, കണ്ടില്ലായിരുന്നോ? ഇങ്ങനെ ഇതിൻ്റെ ഈ ഭാഗം ഭയങ്കര സ്ട്രോങ് ആണ്. ഇവിടെ ഒരു കാം ആയിട്ടുള്ള ഏരിയയാണ് കാം. അതിനെ ഐ എന്ന് പറയും കേട്ടോ. അപ്പം അതിനൊരു ഐ വാൾ ഉണ്ടായിരിക്കും. അപ്പം അതിനകത്ത് മോസ്റ്റ് ഇൻറ്റൻസ് വിൻസും റെയിനും ഒക്കെ ആ ഒരു ഭാഗത്തായിരിക്കും ഉള്ളത്, ഈ ഒരു ഭാഗത്ത്. ഓക്കെ. ഇനി ഈ സിസ്റ്റം ഇതേ പോണക്ക് തന്നെ പ്രൊലോങ് ടൈം പെർസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ, വാം ഓഷ്യൻ വാട്ടറിൽ നിന്ന് ഫർദർ ഇത് സ്ട്രെങ്തൻ ആയിക്കൊണ്ടിരിക്കും. അത് സ്ട്രെങ്തൻ ആകുന്നതനുസരിച്ച് വിൻഡിൻ്റെയും റെയിൻ്റെയൊക്കെ ഇൻറ്റൻസിറ്റി കൂടും. ഭയങ്കരമായിരിക്കും പ്രത്യാഘാതങ്ങൾ. സിവിയർ ട്രോപ്പിക്കൽ സൈക്ലോൺ ആയിട്ട് ഇത് മാറും. ഇനി എപ്പോഴാണ് ഈ സൈക്ലോൺസ് വീക്കൻ ആവുന്നത്? അത് ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലേ. ഇത് കരയിലേക്ക് കയറുമ്പം അതിന് എനർജി സോഴ്സ്, വാം വാട്ടർ എന്നുള്ള എനർജി സോഴ്സ്, അതായിരുന്നു അതിൻ്റെ ഊർജം. അത് നഷ്ടപ്പെടുമ്പോൾ അത് വീക്കൻ ആവാം. പിന്നെ കൂളർ വാട്ടർ, തണുത്ത വെള്ളം വെച്ചാൽ ടെമ്പറേച്ചർ, ഓഷൻ്റെ സർഫസിലെ ടെമ്പറേച്ചർ കുറഞ്ഞാൽ അപ്പോൾ വന്നു കഴിഞ്ഞാൽ അത് മീൻസ് ഈ സൈക്ലോൺസിൻ്റെ സ്ട്രെങ്ത് വീക്കാവും. പിന്നെ സ്ട്രോങ് വിൻഡിനെ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ആ സ്ട്രക്ചർ ഉണ്ടല്ലോ, സ്പൈറലിങ്, ആ സ്ട്രക്ചറിനെയൊക്കെ ഡിസ്ട്രപ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈക്ലോൺസ് വീക്കനാകും. ഇങ്ങനെയൊക്കെയാണ് ഈ സൈക്ലോൺ ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ക്ലൗഡ് ബേഴ്സ് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ക്ലൗഡ് ബേഴ്സ് എന്ന്. അപ്പം എന്തായാലും നമുക്കത് എന്താണെന്നൊന്ന് കാണാം. എന്താ ഈ ക്ലൗഡ് ബേഴ്സ്റ്റ്? ഇതെന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം വെതർ ഇവൻ്റ് തന്നെയാണ്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? സഡൻ ഇൻറ്റൻസ് ലോക്കലൈസ്ഡ് റെയിൻഫാൾ. പെട്ടെന്ന് സഡൻ ആണ്, ഭയങ്കര ഇൻറ്റൻസ് തീവ്രമായിട്ടുള്ള ലോക്കലൈസ്, കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഉണ്ടാവുന്ന ഒരു റെയിൻഫാൾ ആണ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അതിനെയാണ് ക്ലൗഡ് ബേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായി? കുറച്ച് സ്ഥലത്ത് കുറച്ച് നേരത്തേക്ക് ഇൻറ്റൻസ് ആയിട്ടുണ്ടാവുന്ന റെയിൻഫാൾസ്, അതിനെയാണ് ക്ലൗഡ് ബേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അത് കാരണം എന്തൊക്കെ നടക്കും? ഫ്ലാഷ് ഫ്ലഡ്സ് ആണ് മെയിൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഫ്ലാഷ് ഫ്ലഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ നദികൾ ഒക്കെ കവിഞ്ഞ് ഒഴുകി ഭയങ്കരമായിട്ട് ഉണ്ടാവുന്ന ഫ്ലഡിനെയാണ് ഫ്ലാഷ് ഫ്ലഡ്സ്. അർബൻ ഫ്ലഡ് എന്ത്, ഫ്ലാഷ് ഫ്ലഡ്, അത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇതിനു മുമ്പുള്ള സ്ലൈഡിൽ. ഓക്കെ. അപ്പം ഈ ക്ലൗഡ് ബേഴ്സ്റ്റ് ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു പ്രത്യേക തരമായിട്ടുള്ള ക്ലൗഡാണ്. ക്യുമുലോ നിംബസ് ക്ലൗഡ് എന്ന് പറയും. ആ ക്ലൗഡിൻ്റെ ഇമേജ് ഞാനൊന്ന് കാണിക്കാം. കണ്ടോ? ഈ ക്ലൗഡ് വെർട്ടിക്കലി ഗ്രോ ചെയ്യുന്ന ഒരു ക്ലൗഡാണ്. കണ്ടോ? നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് അങ്ങ് ട്രോപ്പോസ്ഫിയർ വരെ അങ്ങ് 12-15 കിലോമീറ്ററോളം വെർട്ടിക്കലി ഇങ്ങനെ ഹൈറ്റിൽ ഇതിന് അതിൻ്റെ ആ വോളിയം കൂടാൻ, അതിൻ്റെ ആ ഒരു സൈസ് കൂടുന്ന ടൈപ്പ് ഒരു ക്ലൗഡാണ് ക്യുമുലോ നിംബസ് ക്ലൗഡ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതെങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു മോയിസ്റ്റ് എയർ മുകളിലേക്ക് വരുമ്പം അത് മുകളിലോട്ട് വരുന്നതനുസരിച്ചിട്ട് അവിടെ ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ കുറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ആ മോയ്സ്ചർ അത് വേപ്പർ വാട്ടറായിട്ട് മാറും. വാട്ടറായിട്ട് കണ്ടൻസ് ചെയ്യും അല്ലേ? കണ്ടൻസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ ഒക്കെയുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിലൊക്കെ പറ്റിപ്പിടിച്ച് വാട്ടറായിട്ട് മാറി ക്ലൗഡായിട്ട് മാറും. ആ ഒരു പ്രോസസ്സ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കുറേ ഇങ്ങനെ നേരം കണ്ടിന്യൂസ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഹീപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ കുന്നുകൂട്ടിയിടുക എന്ന് പറഞ്ഞില്ല, അതേ കണക്കൊരു ഇങ്ങനെ വെർട്ടിക്കലി അതങ്ങ് വളരും. ഈ ക്ലൗഡിൻ്റെ സൈസ് ഒരുപാട് 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 കൂടി 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 കഴിഞ്ഞിട്ട് ടെമ്പറേച്ചർ പെട്ടെന്ന് ചുറ്റും ഉള്ള ടെമ്പറേച്ചർ കുറയുമ്പം എന്ത് പറ്റുക? ഈ പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ ഈ എയറിന് ആ മോയ്സ്ചറിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി പോവും. പോകുമ്പോൾ എന്താ പറ്റുക? ബക്കറ്റൊക്കെ എടുത്ത് ചരിച്ചൊഴിക്കുന്ന പോണക്ക് നമ്മളുടെ പ്രകൃതിയുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ടൈപ്പ് ഒരു അപ്രോച്ചാണ്. എടുത്തൊഴിക്കുന്നത് പോണക്ക് ഈ ക്ലൗഡിൽ നിന്ന് വാട്ടർ മഴയുടെ രൂപത്തിൽ, അതിശക്തമായ മഴയുടെ രൂപത്തിൽ എടുത്തൊഴിക്കുന്നത് പോണക്ക് ബേസ്റ്റ് ചെയ്ത് കുറച്ച് ഏരിയയിൽ ആണ് ഈ മഴ ഉണ്ടാവുന്നത്. അതിനെയാണ് ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത്. ഞാനത് കാണിക്കാം നിങ്ങളെ. അപ്പം അതാണ് ഈ ക്യുമുലോ നിംബസ് ക്ലൗഡ് ഫോം ചെയ്യുന്നതാണ് മെയിനായിട്ടുള്ളൊരു കാരണം. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ക്ലൗഡ് ബേസ്റ്റിൻ്റെ? ക്ലൗഡ് ബേസ്റ്റ് ഞാൻ കാണിക്കട്ടെ, നോക്കിക്കോളൂ. ഇതാണ്ടോ, കണ്ടോ? എടുത്തൊഴിക്കുന്നത് കൊണ്ടല്ലേ ആ ഒരു ക്ലൗഡിൻ്റെ ആ ബേസ്റ്റിങ് തന്നെയാണ്. കണ്ടോ കണ്ടോ നദിയിൽ വീണിട്ട് ഫ്ലാഷ് ഫ്ലഡ്സ്. ഓ, അതാണ് ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഹെവി റെയിൻഫോൾ. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഹെവി റെയിൻഫോൾ ആണ്. 100 മില്ലിമീറ്റേഴ്സ് പെർ അവർ, ഒരു മണിക്കൂറിൽ തന്നെ 100 മില്ലിമീറ്റർ ആ ഒരു റേഞ്ചിൽ മഴയുണ്ടാകും. വെള്ളപ്പൊക്കമൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും, പക്ഷേ എങ്കിലും കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. ഷോർട്ട് ഡ്യൂറേഷനാണ്, കപ്പിൾ ഓഫ് അവേഴ്സ്, കുറച്ച് മണിക്കൂർ മാത്രമേ നീണ്ടിരിക്കത്തുള്ളൂ. ഇതിൻ്റെ അതുകൊണ്ട് ഇത് ഒരു ചെറിയ സ്മോൾ ജോഗ്രഫിക്കൽ ഏരിയ മാത്രമേ അഫക്റ്റ് ചെയ്യുള്ളൂ, ഏകദേശം ഒരു 20-30 സ്ക്വയർ കിലോമീറ്റർ. പിന്നെ എന്താണ്? ഫ്ലഡ്സ്, പെട്ടെന്ന് തന്നെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകും. കാരണം എന്താണ്? നദികളിലും അതിനൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടറിൻ്റെ എമൗണ്ട് ഉണ്ട്. ആ ഒരു സ്ഥാനത്തേക്കാണ് പെട്ടെന്ന് ഈ ക്ലൗഡ് ബേഴ്സ് ചെയ്ത് ഒരുപാട് എമൗണ്ട് ഓഫ് വാട്ടർ വരുന്നത്. അതുകൊണ്ട് റാപ്പിഡ് ഓൺസെറ്റ് ഓഫ് ഫ്ലഡൊക്കെ പെട്ടെന്ന് ഉണ്ടാവും. ഇനി എന്തുകൊണ്ട് ഈ ക്ലൗഡ് ബേഴ്സ് ഉണ്ടാകുന്നു എന്നുള്ളത്. ഓറോഗ്രാഫിക് ലിഫ്റ്റ് എന്ന് പറയുന്നത് ഈ മോയിസ്റ്റ് എയർ, നമ്മൾ നേരത്തെ സൈക്ലോൺസ് പഠിച്ചപ്പം കണ്ടത് കണക്ക് മോയിസ്റ്റ് എയർ ഇങ്ങനെ പൊങ്ങി 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 പോകുമ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ്, അതായത് മൗണ്ടൻസിൻ്റെയൊക്കെ മുകളിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ കുറയത്തില്ലേ? അവിടെ നിന്ന് ടെമ്പറേച്ചർ കുറയുമ്പം അത് കണ്ടൻസ് ചെയ്തിട്ട് കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അതൊരു കാരണമാണ്. ഒരുപാട് ഹൈറ്റിൽ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് കൂൾ ചെയ്യുമ്പോൾ ഉള്ള എഫക്റ്റാണ്. പിന്നെ അറ്റ്മോസ്ഫിയറിൽ ഹൈ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും ആണെങ്കിലാണല്ലോ ഈ ഒരു സംഭവം നടക്കുന്നത്. മോയ്സ്റ്റ് എയർ ഉണ്ടാവുന്നതും അത് ഹൈറ്റിൽ പോകുന്നതും പെട്ടെന്ന് പിന്നെ ടെമ്പറേച്ചർ ഡ്രോപ്പ് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തണുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അത് ഒരു റീസണാണ്. ഹൈ ഹ്യൂമിഡിറ്റി, അറ്റ്മോസ്ഫിയർ ഹൈ ഹ്യൂമിഡും പിന്നെ ടെമ്പറേച്ചർ കൂടുതലും ആണെങ്കിൽ. പിന്നെ ഈ ക്ലൗഡ്സ്, ക്യുമുലോ നിംബസ് ക്ലൗഡ്സ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ കേട്ടോ. ഇത് ഈ ക്ലൗഡ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് വേർട്ടിക്കലിയാണ്. ഭയങ്കര ഒരുപാട് ഹൈറ്റിൽ ഇത് വളരും. ആ ക്ലൗഡിൻ്റെ ഇമേജ് ഞാൻ കാണിച്ചില്ലേ? അപ്പം അതിന് മാസീവ് എമൗണ്ട് ഓഫ് മോയ്സ്ചർ ഹോൾഡ് ചെയ്യാൻ പറ്റും. അത് കാരണമാണ് ഈ ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടാകുന്നത്. നമുക്കറിയാം ഒരു സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുമ്പോഴത്തേക്ക് അതിനൊരു സാച്ചുറേഷൻ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ റിലീസ് ചെയ്താലേ പറ്റൂ. അതാണ്. അപ്പോൾ ക്ലൗഡ് ബേഴ്സിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് പറയാം. ഫ്ലാഷ് ഫ്ലഡ്സ്, അതായത് റിവർ സ്ട്രീംസ് അതെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നു. ലാൻഡ് സ്ലൈഡ്സ്, എന്തുവാണ്, ഉരുൾപൊട്ടൽ, അതറിയാമല്ലോ. ഉരുൾപൊട്ടലുണ്ടാവും ഹില്ലി ഏരിയാസിൽ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ്, റോഡ്സ്, ബ്രിഡ്ജസ്, ബിൽഡിങ്സ് ഇതെല്ലാം നശിച്ചു പോവും.
അടുത്തത് ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഉണ്ടാവുമല്ലോ, നമുക്കറിയാം. കണ്ടോ, പ്രകൃതിയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴത്തേക്ക് വെള്ളപ്പൊക്കവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എന്തായാലും ലൈഫിനും പ്രോപ്പർട്ടിക്കും നാശമുണ്ടാകും. അപ്പം നാശമുണ്ടാകുമ്പോൾ ഇവരെ ഇവാക്യുവേറ്റ് ചെയ്യണം, റീഹാബിലിറ്റ് ചെയ്യണം. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറൊരു കാര്യമാണ് വാട്ടർ ആൻഡ് ഫുഡ് സ്കേഴ്സിറ്റി. ഇതിന് മുമ്പുള്ള സ്ലൈഡിൽ നമ്മൾ കുറേ എവിടേക്കോ മെൻഷൻ ചെയ്തു. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം ഇങ്ങനെയുള്ള സംഭവങ്ങളും പിന്നെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാമെന്ന്. എന്നാലും നമുക്കൊന്ന് നോക്കാം. അപ്പം ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് നമ്മുടെ വാട്ടറിൻ്റെ, നമുക്ക് ഫുഡ് റിസോഴ്സസിന്, അതിനെയൊക്കെ കാര്യമായിട്ടത് ബാധിക്കും ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ അത് എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. പ്രസിപ്പിറ്റേഷൻ പാറ്റേണിൽ വ്യത്യാസങ്ങൾ വരും. പ്രസിപ്പിറ്റേഷൻ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? മഴ ഒരു പ്രസിപ്പിറ്റേഷൻ ആണ് അല്ലേ? ഹെയിൽ ഒരു പ്രസിപ്പിറ്റേഷൻ, ഇത് ഞാൻ പറഞ്ഞതാണ്. അപ്പം അതിന് ഒരു പാറ്റേൺ ഉണ്ടല്ലോ അല്ലേ? ഒരു പാറ്റേൺ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഒരു സീസണൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം മാറി മറിഞ്ഞു, ചേഞ്ചിങ് പാറ്റേൺ. അപ്പം അങ്ങനെ ആയപ്പോഴത്തേക്ക് അൺഈവൻ ആയിട്ടുള്ള റെയിൻഫോളായി. മഴയൊന്നും വിചാരിക്കുന്ന സമയത്തില്ല. അതേപോലെ തന്നെ ഇങ്ങനെ അൺഈവൻ റെയിൻഫോൾ ഉണ്ടാവാൻ പ്രധാന കാരണം ഗ്ലോബൽ വാർമിംഗ് തന്നെയായിരുന്നു അല്ലേ? അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ചിലയിടത്ത് നല്ല മഴ, അപ്പം ഭയങ്കര മഴയായപ്പം അവിടെ ഭയങ്കര ഫ്ലഡ്. ചിലയിടത്ത് ഫ്ലഡ് ആയിരിക്കുമ്പോൾ മറ്റു ചിലയിടത്തോ ഡ്രൗട്ട്, ഒട്ടും മഴയില്ലാതെ ആകെ വരണ്ട് ഉണങ്ങി അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ. അപ്പം അതേപോലെ തന്നെ വേറൊരു കാരണം വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാക്കാനുള്ള വേറൊരു കാരണം ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ മൗണ്ടൻസിലൊക്കെ മുമ്പ് ധാരാളം സ്നോ പാക്ക് ഉണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ സ്നോസ് ഉണ്ട്. സ്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൻ്റെ ഒരു റിസർവോയർ, വാട്ടറിൻ്റെ ഒരു ബാങ്ക് പോണക്ക് അല്ലേ? മൗണ്ടൻസിൻ്റെയൊക്കെ ഏറ്റവും പീക്കിൽ മുമ്പ് ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെയൊക്കെ എമൗണ്ട് കുറഞ്ഞു. കാരണം ചൂട് ഭയങ്കര ആയപ്പോഴത്തേക്ക് അതങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. അത് കുറേയൊക്കെ അങ്ങ് ഉരുകി പോകുന്നത് കൊണ്ട് ഇപ്പം മൗണ്ടൻസിൻ്റെ ഒന്നും ടോപ്പിൽ എന്ത് കുറവാണ്? ഈ സ്നോ പാക്കിൻ്റെ ജസ്റ്റ് ഒരു പിക്ചർ കാണിക്കുക. കണ്ടോ ഇങ്ങനെ സ്നോ പാക്ക് ഉണ്ട്. ഹൈ ആൾട്ടിറ്റ്യൂഡ്, നമുക്കറിയാം ടെമ്പറേച്ചർ കുറവല്ലേ ഒത്തിരി ഉയരത്തിൽ പോകുമ്പോൾ. അങ്ങനെ സ്നോ പാക്ക് ഉണ്ടായിരുന്നു മുമ്പ്. പക്ഷേ ടെമ്പറേച്ചറൊക്കെ കൂടിയത് കൊണ്ട് അതെല്ലാം വേഗം തന്നെ മെൽറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു ചൂട് സമയത്തിലേക്ക് ഉള്ള വാട്ടറിൻ്റെ അവൈലബിലിറ്റി അത് കാര്യമായിട്ട് ബാധിച്ചു. അല്ലെങ്കിൽ എന്താണ്, നോർമൽ സീസണൊക്കെ അതേ പാറ്റേണിൽ പോയായിരുന്നെങ്കിലോ ഈ എന്താണ് സ്നോ പാക്ക് അതേ ഇവിടെയൊക്കെ നിൽക്കും. ചൂട് കാലം ആകുമ്പോഴത്തേക്ക് ഇത് പതിയെ ഉരുകുമ്പോൾ പതുക്കെ ഇതിൽ നിന്ന് വെള്ളം ഒലിച്ച് താഴെ വാലീസിലുള്ള റിവേഴ്സിൽ പോയിട്ട് ഇറിഗേഷനും മറ്റുമൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഇതൊക്കെ സ്നോ പാക്കൊക്കെ ഇപ്പം കുറവാണ്. അതും ഒരു റീസൺ ആണ്. ക്ലൈമറ്റ് ചേഞ്ച് ഡ്രിവൺ ആയിട്ടുള്ള വാട്ടർ സ്കേഴ്സിറ്റി അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടതാണ് ഗ്ലേസേഴ്സിൻ്റെയും ഐസ് ക്യാപ്സിൻ്റെയൊക്കെ മെൽറ്റിങ് അല്ലേ? ആ മെൽറ്റിങ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം അതും ഒരു റീസൺ ആണ്. അപ്പം എല്ലാം മെൽറ്റ് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോങ് ടേം വാട്ടർ അവൈലബിലിറ്റി അത് ധാരാളമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു കാര്യം റൈസിങ് ടെമ്പറേച്ചർ. അതാണ് നമ്മൾ അതിൻ്റെ ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ് വി ആർ സീയിങ് ദിസ് ഇഷ്യൂ, ആൻഡ് ദിസ് ഇഷ്യൂ ഇറ്റ് ഡ്രൈവ് ഓൾ ദി അതർ വെരി ഡ്രാസ്റ്റിക് ഇഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ? അപ്പോൾ റൈസിങ് ടെമ്പറേച്ചറാണ് എല്ലാത്തിൻ്റെയും ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്കത് പറയാതെ വയ്യ. റൈസിങ് ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ വന്നു, ഇവാപ്രേഷൻ റേറ്റ് ഒക്കെ കൂടി. അപ്പോൾ എന്താ വരിക? സർഫസ് വാട്ടർ ലെവലെല്ലാം കുറഞ്ഞു. ലേക്സിലേക്കും റിസർവോയ്സിലൊക്കെ വരുന്നത് അതെല്ലാം ഒരുപാട് കുറഞ്ഞു ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട്. അപ്പം ഈ വാട്ടർ സ്കേഴ്സിറ്റിയുടെ ജസ്റ്റ് കാണിക്കാൻ ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് കാണിക്കാം. എന്തിനെയൊക്കെ ബാധിക്കും. Water scarcity is becoming an increasingly serious problem. എവിടുന്നെല്ലാമാണ് Water ആൾക്കാർ scarcity വെള്ളം occurs when there is ശേഖരിക്കുന്നത് not enough water available to meet the needs of communities and സലൈൻ വാട്ടർ ഒത്തിരി ecosystems. ആയിട്ട് കാര്യമില്ല. This can have ഫ്രഷ് വാട്ടർ serious കിട്ടണം. consequences for both human health and ലാൻഡ് the ഏരിയ എല്ലാം environment. ഭയങ്കരമായിട്ട് One ഡ്രൈ of the main consequences of അടാവും. water scarcity is reduced crop yields and food നമുക്ക് insecurity. ക്രോപ്പ് ഈൽഡ് കണ്ടോ, Without ക്രോപ്പ് enough ഈൽഡ് water, കുറയും. farmers are unable to ആവശ്യത്തിന് grow വെള്ളം enough ഇല്ലെങ്കിൽ crops to feed their എന്താണ് communities, നമുക്ക് which can lead to ക്രോപ്സ് malnutrition and നല്ലോണം hunger. Water വളരത്തില്ല, scarcity can also have malnutrition environmental ഉണ്ടാവും, consequences.
is. When rivers and ഇതൊക്കെ lakes dry up, എൻ്റെ habitats are destroyed കണ്ടോ and ഹാബിറ്റേറ്റ്സ് biodiversity is ഡിസ്ട്രോയ്ഡ് ആവും. ഇത് lost. നമ്മൾ ആദ്യം This മുതൽ can have a കാണാണ്. domino effect on the കണ്ടോ എത്രയും ecosystem, ഡെഡ് affecting ബോഡീസ്, everything from അനിമൽസിൻ്റെയൊക്കെ fish ഡെഡ് ബോഡീസ് populations to the quality. എല്ലാത്തിനെയും ബാധിക്കും. അതെ. അപ്പോൾ റൈസിങ് ടെമ്പറേച്ചർ, ഇനി ഇൻക്രീസ് ഫ്രീക്വൻസി ഓഫ് ഡ്രോട്ട്സ് ഉണ്ട്. ഡ്രോട്ട്സിൻ്റെ സ്പെൽസ് അത് ആവർത്തിച്ച് വരുന്നത്. മുമ്പ് വല്ലപ്പോഴുമേ ഉണക്കുണ്ടായിരുന്നു ഉള്ളെങ്കിൽ ഇപ്പം പ്രൊലോങ്ഡ് അല്ലെങ്കിൽ കൂടെ ഡ്രോട്ട്സ് വരും. അത് പിന്നെ വാട്ടറിൻ്റെ സ്കേഴ്സിറ്റി വീണ്ടും ആക്സിലറേറ്റ് ചെയ്തു അല്ലേ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് കൃഷി ചെയ്യാനൊക്കെ ഉള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള മണ്ണ് റീജിയൻസ് ഒന്നും ഇല്ലാതെ വന്നുകൊണ്ടിരുന്നു വാട്ടർ സ്കേഴ്സിറ്റി. ഈ വാട്ടർ സ്കേഴ്സിറ്റി എങ്ങനെയാ? അതാ ഞാൻ വീണ്ടും പറയുന്നത്, ക്ലൈമറ്റ് ചേഞ്ച് ഡ്രിവൺ ആണ്. ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സ് കുറഞ്ഞു. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് അണ്ടർഗ്രൗണ്ടിൽ പോയിട്ട് ചില റോക്സിൽ അല്ലെ സെഡിമെൻറ്റിൽ വാട്ടർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കും അല്ലേ. അതല്ലേ നമ്മൾ കിണറൊക്കെ കുഴിക്കുമ്പോഴും ഒക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ ഊറ്റ് വരുന്ന വെള്ളം അല്ലേ. അപ്പം ആ ഗ്രൗണ്ട് വാട്ടറിൻ്റെ അളവൊക്കെ വളരെ കുറഞ്ഞു. മഴ കുറയുമ്പോഴത്തേക്ക് പിന്നെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ അളവെല്ലാം കുറഞ്ഞു. പ്രസിപ്പിറ്റേഷൻ കുറഞ്ഞത് കാരണം. ഇതെല്ലാം വീണ്ടും വാട്ടർ സ്കേഴ്സിറ്റിയുടെ ആക്കം കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയുമാണ് വാട്ടർ സ്കേഴ്സിറ്റി പറയുന്നത്. ഇനി നമുക്ക് ഫുഡ് സ്കേഴ്സിറ്റി ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. വാട്ടറിന് സ്കേഴ്സിറ്റി ആയാൽ നമുക്കറിയാം, ഇറിഗേഷൻ ഇല്ല, പ്രോപ്പർ ഇറിഗേഷൻ ഇല്ല, അപ്പോൾ കൾട്ടിവേഷൻ ഇല്ല, ആഹാരം കൃത്യമായിട്ട് കഴിക്കാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊക്കെയാണ് കേട്ടോ. റിഡ്യൂസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, എക്സ്ട്രീം വെതർ ഇവൻസ് ആയിട്ടുള്ള ഫ്ലഡ്, ഡ്രൗട്ട്, ഹീറ്റ് വേവ്സ് എന്താണ് നമ്മൾ കണ്ടായിരുന്നല്ലോ അല്ലേ. ഇതെല്ലാം ക്രോപ്സിനെയൊക്കെ ഡാമേജ് ചെയ്യും, ഈൽഡ് വളരെയായിട്ട് കുറയും അല്ലേ. അപ്പം ഗ്രോയിങ് സീസൺ ഷിഫ്റ്റ് ചെയ്യും. മുമ്പ് നമ്മൾ അതിൽ ഒരു ക്രോപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോയിങ് സീസൺ ഏതാണെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം, നമുക്ക് അറിയാം. അതെല്ലാം ഡിസ്റ്റർബ്ഡ് ആവും അല്ലേ. അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻസ് വരുമ്പോഴത്തേക്ക് സോയിൽ ഡിഗ്രേഡ് ആകും, സോയിൽ ഇറോഷൻ. കാരണം ഫ്ലഡൊക്കെ വരുമ്പോഴത്തേക്ക് മേൽമണ്ണെല്ലാം, ഫെർട്ടൈൽ ആയിട്ടുള്ള മേൽമണ്ണെല്ലാം ഒലിച്ചു പോകും. ഡെസേർട്ടിഫിക്കേഷൻ, സോയിൽ ഫെർട്ടൈൽ അല്ലെങ്കിൽ ഒന്നും കൃത്യമായിട്ട് അത് പിന്നെ കിളിക്കാൻ പറ്റത്തില്ല, ഡെസേർട്ടായിട്ട് മാറും. സലൈനേഷൻ, എന്താണ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലേ, പോളർ ഐസ് ക്യാപ്പ് മെൽറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സീ ലെവൽ കൂടും, സീ വാട്ടർ റിവേഴ്സിൽ വരും, പിന്നെ സലൈനേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പം പിന്നെ അതുമായിട്ട് ചേർന്ന് കിടക്കുന്ന കരയിലും സലൈനേഷൻ വരും. അങ്ങനെ എയറബിൾ, അതായത് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ലാൻഡെല്ലാം കുറയും. ഇനി അതേപോലെ ഈ ഇത് എന്തിനെ കൂടെ അഫക്റ്റ് ചെയ്യുന്ന അറിയാമോ? ഫിഷറീസ് ആൻഡ് അക്വാട്ടിക് റിസോഴ്സസ്, ഫുഡിൻ്റെ സ്കേഴ്സിറ്റി അല്ലേ. വാമർ ഓഷനൊക്കെ വാമാവും, കഴിഞ്ഞാൽ ചൂട് നേരത്തെ ഉള്ളതിനെക്കാട്ടിൽ കൂടുതൽ ചൂട് വരും. അപ്പം നേരത്തെ ഉണ്ടാവുന്ന ഒരു വാട്ടറിൻ്റെ ഒരു നേച്ചർ ആയിരിക്കത്തില്ല, അത് മറൈൻ എക്കോസിസ്റ്റത്തിനെ ബാധിക്കുന്നുണ്ട്, ഫിഷ് സ്റ്റോക്കിനെ ബാധിക്കും. അതുപോലെ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ടെമ്പറേച്ചർ, അതുകൊണ്ട് പ്രസിപ്പിറ്റേഷൻ പാറ്റേൺ അതിൽ വ്യത്യാസം വരുമ്പോൾ, ഇപ്പം നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലം, അവിടെ പോളിനേറ്റേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. കൃഷി പ്ലാന്റ്സ് അത് പൂക്കാൻ കായ്ക്കാൻ പോളിനേറ്റേഴ്സ് ഉണ്ട്. അതേ പോണക്ക് മറ്റ് ചില ഓർഗാനിസംസ് ഉണ്ട്. അഗ്രികൾച്ചർ സിസ്റ്റം അതേ പോണക്ക് നിൽക്കാൻ മറ്റ് ചില ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ ചിലപ്പം പ്രിഡേറ്റീവ്സ് ആയിരിക്കും, ചില പെസ്റ്റുകളെയൊക്കെ ഫീഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള അതിൻ്റെയൊക്കെ എക്സിസ്റ്റൻസിനെ ഈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറും പ്രസിപ്പിറ്റേഷനും ഒക്കെ ബാധിക്കും. അങ്ങനെ ഇതെല്ലാം അഗ്രികൾച്ചർ സിസ്റ്റം നല്ല ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നതിനെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യും, ഫുഡ് സ്കേഴ്സിറ്റി ഉണ്ടാക്കും. ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽത്ത് ആൻഡ് എക്കണോമിക് ഇഷ്യൂ, അങ്ങനെയുള്ളൊരു ആസ്പെക്റ്റാണ്. അപ്പം ഈ ക്ലൈമറ്റ് ചേഞ്ച് സംഭവിക്കുമ്പോൾ മൊത്തത്തിൽ ആൾക്കാരുടെ ഹെൽത്തിലും എക്കണോമിയിലും ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പം നമുക്കത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ്, എന്തൊക്കെയാണ് എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ് എന്ന് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ കണ്ടു അല്ലേ. ഹുറിക്കൻസ്, സ്റ്റോം, സൈക്ലോൺസ്, ഇതെല്ലാം നമ്മൾ കണ്ടു. ലാൻഡ് സ്ലൈഡ്സ്. അപ്പം ഇങ്ങനെയുള്ള എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാവും? ഹൈ ടെമ്പറേച്ചർ വരുമ്പോഴത്തേക്ക് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാവുന്നുണ്ട്, ഇതെല്ലാം അറിയാലോ നമുക്കല്ലേ. ഡീഹൈഡ്രേഷൻ, കാർഡിയോവാസ്കുലർ സ്ട്രെസ്, ഇതെല്ലാം ഉണ്ടാവുന്നു. അതൊരു ഹെൽത്ത് ഇഷ്യൂസ് ആണ്. ഇനി ഫ്ലഡ് ആൻഡ് ഹ്യൂറിക്കെയിൻസ്, അത് വരുമ്പോഴത്തേക്ക് ധാരാളം ഇഞ്ചുറീസ് ഉണ്ടാവും, വെള്ളത്തിൽ മുങ്ങിപ്പോവും, ഡ്രോണിങ്, വാട്ടർ ബോൺ ഡിസീസസ് ഉണ്ടാകാം. ഓക്കെ. ഇനി ഈ
ഇൻഫെക്ഷ്യസ് ഡിസീസസിൻ്റെ സ്പ്രെഡ്, അതൊരു ഹെൽത്ത് ഇഷ്യൂസാണ്. ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസസിൻ്റെ സ്പ്രെഡ് ഭയങ്കരമായിട്ട് കൂടും. അത് കാരണം എന്താണെന്നറിയാമോ? ഇപ്പോൾ ചില ഏരിയാസിൽ അവരുടെ നാച്ചുറലായിട്ടുള്ള ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു കോൾഡാണ്. അപ്പോൾ അവിടെ ചില വെക്ടേഴ്സ്, ചില ബാക്ടീരിയ, വൈറസിനൊന്നും അവിടെ മുമ്പ് വളരാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് വന്നപ്പോഴത്തേക്ക് വാം ടെമ്പറേച്ചർ ഇങ്ങനെ കൂടുമ്പോഴത്തേക്ക് എന്താ അവിടുത്തെയും ടെമ്പറേച്ചർ പതുക്കെ 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 ഇൻക്രീസ് ചെയ്ത് വരാൻ തുടങ്ങും. അപ്പോൾ എന്തായിരിക്കും, മുമ്പ് അവിടെ വളരാൻ പറ്റാത്ത ബാക്ടീരിയയും വൈറസും ഒക്കെ അവിടെ വളരാൻ തുടങ്ങും. അവിടെ ഇൻഫെക്ഷൻസും ഡിസീസസും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. അതാണ് വാം ടെമ്പറേച്ചർ എക്സ്പാൻഡ് ദ റേഞ്ച് ഓഫ് വെക്ടർ ബോൺ ഡിസീസസ് ലൈക്ക് മലേറിയ, ഡെങ്കു, ലൈം ഡിസീസ്. ഒരു ബാക്ടീരിയൽ ഡിസീസാണ് ലൈം ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം അതാണ് പറയുന്നത്. പിന്നെ റെയിൻഫാൾ, അതും നമ്മളിപ്പോൾ കാണുകയാണ്. കണ്ടോ, റെയിൻഫാളൊന്നും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴാണ് മഴ. അത് എല്ലാം പാറ്റേൺ എല്ലാം മാറി. അപ്പോൾ അത് വാട്ടറിൻ്റെ ക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യും. അപ്പം ഡയേറിയ അതേപോലൊക്കെയുള്ള ഡിസീസസ് ഒക്കെ ഉണ്ടാകും. റെസ്പിറേറ്ററി ഇഷ്യൂസ്, അപ്പം എന്താണ്, ഭയങ്കര ചൂടൊക്കെ കൂടുമ്പോഴത്തേക്ക് നമുക്കറിയാം വിൻഡ് അതൊക്കെ കൂടും. അപ്പോൾ എയർ പൊല്യൂഷൻ്റെ സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ എയർ പൊല്യൂഷൻ ഓൾറെഡി ഡസ്റ്റും കാര്യങ്ങളും ഒക്കെ അന്തരീക്ഷത്തിൽ കൂടും. അതിനോടൊപ്പം തന്നെ വൈൽഡ് ഫയേഴ്സ് ഒരുപാട് ഉണ്ടാകുമ്പം അതുമായിട്ട് റിലേറ്റ് ആഷസ് അതൊക്കെ അന്തരീക്ഷത്തിൽ വല്ലാതെ പടരും. അർബൻ എമിഷൻസ്, ഭയങ്കര പട്ടണങ്ങളിൽ അല്ലെങ്കിൽ അർബൻ ഏരിയാസിൽ നിന്നുള്ള പൊല്യൂഷൻ്റെ എമിഷൻസ്, ഇതെല്ലാം ആസ്മ, പിന്നെ അതുകൊണ്ടൊക്കെ റെസ്പിറേറ്ററി സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ടുള്ള പല ഡിസീസസും ഇത് ഉണ്ടാക്കും. എങ്ങനെ ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ. അപ്പം ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതല്ലേ. ഇനി അടുത്തത് ലോങ്ങർ പോളൻ സീസൺസ്. അതെന്തോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മുമ്പൊക്കെ ഒരു പർട്ടിക്കുലർ പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ അത് 2-3 വർഷമേ പോളൻ കഴിഞ്ഞാൽ പോളനെ റിലീസ് ചെയ്യുന്നതായിട്ട് ആ പ്ലാന്റിന് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ ക്ലൈമറ്റ് ചേഞ്ച് വന്നതിന് ശേഷം ആ 2-3 വർഷം എന്നുള്ളതിൽ ഒരു 4-5-6 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ അത്രത്തോളം കാലം ആ പർട്ടിക്കുലർ പ്ലാന്റിന് പോളൻ റിലീസ് ചെയ്യാൻ പറ്റും. ഇപ്പം പോളൻ അന്തരീക്ഷത്തിലേക്ക് വരുന്നതിൻ്റെ അളവ് കൂടിയില്ലേ, അപ്പോൾ പോളൻ അലർജീസ് ആയിട്ടൊക്കെ ഉള്ളവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. അതടുത്തൊരു ഹെൽത്ത് ഇഷ്യൂസ് ആണ്. ഇനി ഫുഡ് ആൻഡ് വാട്ടർ ഇൻസെക്യൂരിറ്റി, അതുണ്ടാവാമല്ലോ. ടെമ്പറേച്ചർ ചേഞ്ച് കാരണം പ്രസിപ്പിറ്റേഷനിൽ വ്യത്യാസം വന്നു. പ്രസിപ്പിറ്റേഷനിലൊക്കെ വ്യത്യാസം വന്നപ്പോഴത്തേക്ക് മുമ്പ് നമ്മൾ കൃഷി ചെയ്തത് പോണൊക്കെ ആ ക്രോപ്പ് ഈൽഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറവ് വന്നു. അപ്പം മാൽ ന്യൂട്രീഷൻ അതുവഴി ഉണ്ടാകുന്ന വേറൊരു പ്രശ്നമാണ് അല്ലേ. പ്രോപ്പറായിട്ട് ഫുഡും കാര്യങ്ങളും അത് ക്രോപ്പ് ഈൽഡ് കുറയുമ്പോഴത്തേക്ക് മാർക്കറ്റിൽ എത്തുന്നത് കുറയും. എത്തുന്നവയുടെ വില എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. എല്ലാവർക്കും അത് എന്താണ് ആക്സസിബിൾ ആയിരിക്കത്തില്ല. അപ്പം മാൽ ന്യൂട്രീഷൻ വഴി മതിയായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടാതെ പല കുട്ടികൾക്കും മാൽ ന്യൂട്രീഷൻസ് എന്നുള്ളൊരു കണ്ടീഷൻ വരും. പിന്നെ അടുത്തൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് വാട്ടർ ഇൻസെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഡ്രൗട്ട് ഉണ്ടാവത്തില്ലേ. ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൗട്ട് ഉണ്ടാവും. ആ ഡ്രൗട്ട് ഉണ്ടാകും, വെള്ളം കിട്ടാതെ വരുമ്പോഴത്തേക്ക് കണ്ടാമിനേറ്റഡ് വാട്ടർ റിസോഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അതുകൊണ്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, വാട്ടർ ബോൺ ഇൽനെസ്സസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കും ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴത്തേക്ക്? ഇപ്പം കാലാവസ്ഥ കാര്യമായിട്ട് പ്രതികൂലമാവുമ്പോൾ പോപ്പുലേഷൻ ഒരു പ്ലേസിൽ നിന്നും വേറൊരു പ്ലേസിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യേണ്ടേക്ക് വരും ചിലപ്പം, എന്തെങ്കിലും എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ് കൊണ്ടൊക്കെ. അപ്പം അങ്ങനെ മാറുമ്പോൾ ആൾക്കാർക്ക് ട്രോമ, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് ഇങ്ങനെ അവർക്ക് ഡിസ്ലൊക്കേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലൈമറ്റ് ഇമ്പാക്ട്സിൻ്റെ സ്ട്രെസ് വരുമ്പോഴത്തേക്ക് മെൻ്റൽ വെൽബീയിങ് മൊത്തത്തിലേ അങ്ങ് മാറും. പ്രത്യേകിച്ചും വൾനറബിൾ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് കുട്ടികൾ, അവർക്കൊക്കെ ആയിരിക്കും കൂടുതൽ ഭയമൊക്കെ അല്ലേ. കുട്ടികൾ, പ്രായം ചെന്നവർ, എന്തെങ്കിലും അസുഖമുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അവരുടെയൊക്കെ മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അത് തന്നെയാണ് ഈ അടുത്ത പോയിന്റും പറയുന്നത്. വൾനറബിൾ പോപ്പുലേഷൻസ് ഏതാണ്? കുട്ടികൾ, മുതിർന്നവർ, നേരത്തെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉള്ളവർ, അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ റിസ്കിലുള്ളവർ. പിന്നെ
ചില വെച്ചുകഴിഞ്ഞാൽ ലോ ഇൻകം ഉള്ളവർ, അത് കണക്ക് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തേക്കുള്ള ചിലവ് മാത്രം ഉള്ള, ചിലവ് കഴിക്കാനുള്ള വക മാത്രം ഉള്ളവർ, അത് അവർക്കൊന്നും ഈ പിന്നെ പ്രോപ്പറായിട്ട് ഇനഫ് റിസോഴ്സസ് കിട്ടാതെ വരും. അപ്പം അവർക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ച് അതുകൊണ്ടുണ്ടാവുന്ന ഡ്രാസ്റ്റിക് എഫക്റ്റ് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷനാണ് ഏറ്റവും വൾണറബിൾ ടു വാട്ട് ദിസ് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട്സ്. ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട്സിനോട് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർ ഇവരൊക്കെയാണ് അല്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന പോയിന്റ്സുകളാണ്. ഈ എക്കണോമി ഇഷ്യൂസ് എന്തൊക്കെയാണ്? നമ്മൾ ഫിനാൻഷ്യലായിട്ട് എക്സ്പെൻഡിച്ചർ കൂടുന്ന എന്തൊക്കെ കാര്യങ്ങളിലാണ്? ഇപ്പം തന്നെ ഒരു ഭയങ്കര ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ എന്താണ് ഒരു വെള്ളപ്പൊക്കം അതൊക്കെ വരുമ്പോഴത്തേക്ക് കുറേ ഗവൺമെൻറ്റിനായാലും കമ്മ്യൂണിറ്റീസിനായാലും കുറേ ഫിനാൻഷ്യൽ ബർഡൻ വരും അല്ലേ. ഇൻഫ്രാസ്ട്രക്ചേഴ്സൊക്കെ റീബിൽഡ് ചെയ്യണം. പിന്നെ അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ അത് കണക്ക് ഇൻഷുറൻസ് കവറേജ് പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. അപ്പോഴത്തേക്ക് എന്ത് പറ്റും? ഫിനാൻഷ്യലായിട്ട് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടോ? ഫിനാൻഷ്യലായിട്ട് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും. കാരണം ഹൗസ് ഹോൾഡ്സ്, ബിസിനസ് അതിനൊക്കെ പ്രോപ്പറായിട്ടൊരു ഇൻഷുറൻസ് കവറേജ് ഒന്നും കിട്ടാത്ത അവസ്ഥ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു എന്താണ് കലാമിറ്റിയൊക്കെ വരുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റിക്ക് അത് കാരണമാവും. അഗ്രികൾച്ചർ ലോസസ് നമുക്ക് നോക്കാതെ തന്നെ പറയാം അല്ലേ. എക്സ്ട്രീം ക്ലൈമറ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് എന്താ ക്രോപ്പ് ഈൽഡ് കുറയും. ലൈഫ് സ്റ്റോക്കിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയും. അപ്പോഴത്തേക്ക് എന്തായിരിക്കും? ഫുഡിൻ്റെ പ്രൈസസ് ഉണ്ടാക്കും ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. ഭക്ഷ്യവസ്തുക്കളുടെ വില ഭയങ്കരമായിട്ട് കൂടും. അപ്പം അത് എക്കണോമിക് സ്ട്രെയിൻ ഉണ്ടോ? എന്താണ് എക്കണോമിയെ, നമ്മുടെ ഏത് കൺട്രിയുടെ ആണെങ്കിലും എക്കണോമി അത് വല്ലാതെ ബാധിക്കും. പ്രധാനമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ലോ ഇൻകം റീജിയൻസിൽ, അങ്ങനെയുള്ള റീജിയൻസിനെ അവരുടെ എക്സിസ്റ്റൻസ്, അവരുടെ നിലനിൽപ്പ് തന്നെ കാര്യമായിട്ട് ബാധിക്കും. ഇനി ഫിഷറി സെക്ടർ അതിനും ഒരുപാട് ഇമ്പാക്ട്സ് വരുന്നുണ്ട് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട്. ഓഷ്യൻ വാർമിങ്, അതേപോലെ അസിഡിഫിക്കേഷൻ വാട്ടർ കൂടുതലായിട്ട് ഇവാപറേറ്റ് ചെയ്യുമ്പം ഓഷ്യൻ വാട്ടറിന് അസിഡിഫിക്കേഷൻ വരും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഫിഷ് സ്റ്റോക്കിലും വ്യത്യാസങ്ങളുണ്ടാവും. അങ്ങനെ ഫിഷറി സെക്ടറിന് കാര്യമായിട്ടുള്ള എന്താണ് ഇമ്പാക്ട്സ് ഉണ്ട്. എനർജി കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കൂടുമ്പോൾ എല്ലാവരും AC ഒക്കെ ഇട്ടേ ഇരിക്കുകയുള്ളൂ, കൂളറൊക്കെ ഇട്ട്. അപ്പം അത്രത്തോളം പിന്നെയും പവർ എനർജി ഉണ്ടാക്കണം. അപ്പോൾ അത് എനർജി സിസ്റ്റത്തിന് സ്ട്രെയിൻ ആണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ഡിമാൻഡ് കൂടുമ്പോഴത്തേക്ക് ഇലക്ട്രിസിറ്റി ബില്ലും അത് കാര്യങ്ങളെല്ലാം കൂടും, അതിൻ്റെ കോസ്റ്റ് കൂടും അല്ലേ. ഡിമാൻഡ് കൂടുമ്പോൾ കോസ്റ്റ് കൂടും. പിന്നെ അതേ കണക്ക് എന്താണ് നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഇലക്ട്രിസിറ്റി ലൈൻ അതിനൊക്കെ ബ്രേക്കേജ്, അതുമായിട്ട് അതിനെ പിന്നെ റിപ്പയർ ചെയ്യാനുള്ള എക്സ്പെൻസ്, അതുപോലെ സോളാർ പവർ പാനൽ അതിനൊക്കെ വരുന്ന ഡാമേജ്, അതൊക്കെ ഇപ്പം പല പബ്ലിക് സ്പേസിൽ സോളാർ പവർ പാനൽസ് അല്ലേ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഡാമേജ് ആകുമ്പോഴത്തേക്ക് അതെല്ലാം റിപ്പയർ ചെയ്യാനുള്ള എക്സ്പെൻസ്, അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇഷ്യൂ ആണ് എക്കണോമി റിലേറ്റഡ്. ലേബർ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഒരുപാട് ചൂട് ഉള്ള അന്തരീക്ഷമാകുമ്പോൾ പറയത്തില്ലേ, പുറത്ത് പണി ചെയ്യാൻ ഇറങ്ങരുത്. അപ്പം പ്രോപ്പറായിട്ടുള്ള ലേബർ നടക്കത്തില്ല. അതുവഴിയുള്ള പ്രൊഡക്ടിവിറ്റിയെയും കാര്യമായിട്ട് ബാധിക്കും. ഹീറ്റ് റിലേറ്റഡ് ഇൽനെസ് കൂടും. ആബ്സെൻറ്റീസം ഇങ്ങനെ പെട്ടെന്ന് ഒരു ബോധമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ. ഹെൽത്ത് കെയർ കോസ്റ്റ് അതെല്ലാം കൂടും. അപ്പം ഇതെല്ലാം ലേബറിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി പബ്ലിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചേഴ്സ് അതും വർദ്ധിക്കും കാര്യമായിട്ട് അല്ലേ. കാരണം ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് അസുഖങ്ങൾ കൂടുമ്പോഴത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഹോസ്പിറ്റലിൽ പോകാനും പിന്നെ എന്താണ് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസും എല്ലാം കൂടും. അത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ വേറൊരു മുഖമാണ്. പിന്നെ ഗവൺമെൻറ്റിനും അത് കണക്ക്
ക്ലൈമറ്റ് റിസൈലൻസ്, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റിൽ നിന്ന് ഉള്ള റിസൈലൻസ്, പുനരുജ്ജീവനം അല്ലേ, അതിനൊക്കെ ഒരുപാട് പൈസ മുടക്കേണ്ടി വരും. അതിനെ അഡാപ്റ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് പണം ഗവൺമെൻറ് മുടക്കേണ്ടി വരും. അതുകൊണ്ട് മൈഗ്രേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്, ഒരുപാട് കലാമിറ്റി ഉണ്ടാവുന്ന പ്ലേസിൽ ആൾക്കാരെ വേറെ ഒരിടത്തേക്ക് മാറ്റി പാർപ്പിക്കണം. അപ്പോൾ മാറ്റി പാർപ്പിക്കുമ്പോഴെന്ത് പറ്റും, അർബൻ ഏരിയാസിന് എക്കണോമിക് പ്രഷർ, കാരണം കുറേ ആൾക്കാരൂടെ വരുമ്പോഴത്തേക്ക് അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഒക്കെ നടക്കണം. അപ്പം അത് ഒരു എക്കണോമിക് പ്രഷർ ഒരു ഏരിയയിൽ കൊടുക്കും. അതുകൊണ്ട് ഏത് കൺട്രിയാണോ അവർക്ക് ഒരു റെഫ്യൂട്ട് കൊടുക്കുന്നത്, ഒരു ആവാസം കൊടുക്കുന്നത്, അതിനെ ഹോസ്റ്റ് കൺട്രീസ്, അവർക്കും ഒരുപാട് എക്കണോമിക് പ്രഷേഴ്സ് ഉണ്ടായിരിക്കും. റിസോഴ്സസിന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പം ഒരു ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് റീഹാബിലിറ്റ് ചെയ്യപ്പെടുമ്പം, റീലൊക്കേറ്റ് ചെയ്യപ്പെടുമ്പം അവിടെ റിസോഴ്സസിന് വേണ്ടി കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. ഇവിടുത്തെ എക്കണോമിക് ഡീസ്റ്റെബിലൈസേഷനൊക്കെ സംഭവിക്കും. ഇൻഷുറൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്, ഇൻഷുറൻസ് പ്രീമിയംസ് എമൗണ്ട് എല്ലാം കൂടും. എങ്ങനെയുള്ള ഏരിയയിൽ, ഹൈ റിസ്ക് ഏരിയാസിലുള്ള ഇൻഷുറൻസ് പ്രീമിയംസ് ഒക്കെ കൂടും. അതുപോലെ തന്നെ അൺസർട്ടൺറ്റി ഇൻ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആസ് ക്ലൈമറ്റ് ചേഞ്ച് റീഷേപ്സ് മാർക്കറ്റ്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് കാരണം നമ്മുടെ മാർക്കറ്റ്, അതായത് ഡിമാൻഡ്, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പലർക്കും ഒരു കോൺഫിഡൻസ് ഇല്ല അതൊരവസ്ഥ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പർട്ടിക്കുലർ ക്രോപ്പ് ഭയങ്കര പ്രൊഡക്റ്റീവ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഒരുപാട് ഒരു ലാൻഡ് ഏരിയയിൽ ഒരാൾ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എന്തെങ്കിലും ഒരു കലാമിറ്റി വന്നിട്ട് അത് ഫുള്ളങ്ങ് നശിച്ചു പോയി. അപ്പോഴത്തേക്ക് എന്താണ്, അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തത്തിൽ നഷ്ടപ്പെട്ടില്ലേ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇതുകൊണ്ടൊക്കെ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ട്, ഫ്ലഡ് കൊണ്ട് ഒരു ഫാക്ടറി, ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഫാക്ടറി തുടങ്ങി, പക്ഷേ അതിന് സാരമായിട്ടുള്ള കേടുപാട് പറ്റി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ അതിനെ ബാധിക്കും. അതുകൊണ്ടാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് പബ്ലിക്കിന് കോൺഫിഡൻസ് ഇല്ല. കാരണം ബിക്കോസ് ദ മാർക്കറ്റ് ഈസ് ഓൾവേസ് അണ്ടർഗോയിങ് റീഷേപ്പിംഗ് ബിക്കോസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അതായിരുന്നു അടുത്തൊരു കാര്യം. അപ്പം ഇത്രയൊക്കെയാണ് ഹെൽത്ത് ആൻഡ് എക്കണോമിക് ഇഷ്യൂസ്, ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഹെൽത്ത് ആൻഡ് എക്കണോമിക് ഇഷ്യൂസ്. അടുത്തത് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം ആനിമൽ എക്സ്റ്റിങ്ഷൻ ആണ് അല്ലേ. എൻവിയോൺമെൻറ്റൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കേസാണ് അല്ലേ. ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുമ്പോഴത്തേക്ക് എൻവിയോൺമെൻറ്റൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. എക്കോസിസ്റ്റംസ് പലതും ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും, പല സ്പീഷീസിനും അവിടെ സർവൈവ് ചെയ്യാൻ, അഡാപ്റ്റ് ചെയ്യാനോ കോമ്പീറ്റ് ചെയ്യാനോ ഒന്നും പറ്റാതെ വരും. അപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ നോക്കാം. ടെമ്പറേച്ചർ കൂടുക, അതായത് ഹാബിറ്റാറ്റ് ലോസ് സംഭവിക്കും. ടെമ്പറേച്ചർ ഒരുപാട് കൂടുമ്പോഴത്തേക്ക് നമ്മൾ പോളാർ ഐസ് ക്യാപ്സിൻ്റെ കാര്യം പറഞ്ഞപ്പം ഒരുപാട് മെൽറ്റ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞല്ലേ, സീ ലെവൽ റൈസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതൊക്കെ ഹാബിറ്റാറ്റിൽ വ്യത്യാസങ്ങളുണ്ടാവും. ഹാബിറ്റാറ്റിൽ വ്യത്യാസം ഷാലോ ഏരിയയിലാണ്, ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്, ഷാലോ ഏരിയാസിലാണ് കൂടുതലായിട്ട് കോറൽസ് വളരുന്നത്. അപ്പം അതിൻ്റെ ഡെപ്ത്ത്, നേരത്തെ ഷാലോ ആയിട്ടുള്ള അതിൻ്റെ ഒക്കെ ഡെപ്ത്ത് കൂടും. അപ്പം കോറൽ റീഫ്സിൻ്റെ എന്താണ് എക്സിസ്റ്റൻസ് അതിനെ ബാധിക്കും. പിന്നെ അതേ നമുക്ക് ടെമ്പറേച്ചർ കൂടുമ്പം വാട്ടർ അസിഡിക് ആവും, കോറൽ ബ്ലീച്ച്ഡ് ആവും. ആസിഡിക് ആണെങ്കിൽ ബ്ലീച്ച്ഡ് ആവും. ബ്ലീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കളറായിട്ടല്ലേ ഇരിക്കുന്ന കോറൽസ് ഇരിക്കുന്നത്, അതിൻ്റെ കളർ ബ്യൂട്ടി എല്ലാം പോയിട്ട് വെറും വൈറ്റ് കളറായിട്ട് മാറും. അതൊരു പ്രശ്നമാണ്, ഹാബിറ്റാറ്റ് ലോസ്. എക്സാമ്പിൾ കണ്ട് പറയുന്നുണ്ട്, പോളാർ ബിയേഴ്സ്, ഐസെല്ലാം മെൽറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പോളാർ ബിയേഴ്സ് പിന്നെ ഇവിടെ എന്ത് ചെയ്യും അല്ലേ. ദേ ലോസ് ദെയർ ഹണ്ടിങ് ഗ്രൗണ്ട്സ് ബിക്കോസ് ഓഫ് ഡ്യൂ ടു ദ ഷ്രിങ്കിങ് സീ ഐസ്. വെച്ചാൽ ഐസിൻ്റെ ഒരു സീ ഇല്ലേ, അപ്പം ഐസ് കുറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെടും. ഡിസ്റപ്റ്റഡ് എക്കോസിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ, അതേപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻ പാറ്റേൺ, അതിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫുഡ് ചെയിനെ അഫക്റ്റ് ചെയ്യും. അത് ചില ബേർഡ്സിൻ്റെ, ഫിഷസിൻ്റെയൊക്കെ മൈഗ്രേഷൻ പാറ്റേണിനെ, ബ്രീഡിങ് സൈക്കിളിനെ, അതിനെയെല്ലാം ബാധിക്കും. അതായത് എക്കോസിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇൻ്റർ റിലേഷൻഷിപ്പാണ് അല്ലേ.
ലിവിങ് ആൻഡ് നോൺ ലിവിങ് തമ്മിലൊക്കെ ഉള്ളത്. അപ്പം അതിലൊക്കെ മാറ്റം വരുമ്പോൾ അത് മൊത്തം ഡിസ്റ്റർബ്ഡ് ആയിട്ട് മാറും. എക്സാമ്പിൾ കണ്ട് കൊടുത്തേക്ക് നോക്കി, ബേർഡ്സ് ദാറ്റ് മൈഗ്രേറ്റ് ഏർലിയർ ദേ മിസ് ദ കീ ഫുഡ് സോഴ്സസ് ഡ്യൂ ടു സീസണൽ മിസ്മാച്ചസ്. അപ്പം മുമ്പ് ചില ബേർഡ്സ് മൈഗ്രേറ്റ് ചെയ്ത് പോകും, ചിലപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ബേർഡ്സ് ആയിരിക്കും. അപ്പോൾ അവർ മൈഗ്രേറ്റ് ചെയ്ത ആ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് സീസണൽ ചേഞ്ച് കൊണ്ട് ആ ഒരു ഫുഡ് സോഴ്സ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബേർഡ്സിൻ്റെ എക്സിസ്റ്റൻസിനെ അത് ബാധിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതൊരു കാര്യമാണ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനബിലിറ്റി ടു അഡാപ്റ്റ്. അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ചില സ്പീഷീസ് ഉണ്ട്, അതിൻ്റെ റീപ്രൊഡക്റ്റീവ് റേറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് അവർക്ക് ചില സ്പെസിഫിക് ഹാബിറ്റാറ്റ്സ് ഒക്കെ വേണം. അപ്പം ആ സ്പെസിഫിക് ഹാബിറ്റാറ്റിൻ്റെ പ്രത്യേക അതിൻ്റെ നേച്ചർ അതെല്ലാം അതിന് ഡിസ്റ്റർബൻസ് വരും, അതിനൊരു മാറ്റം വരുമ്പോഴത്തേക്ക് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പെട്ടെന്നുണ്ടായ മാറ്റത്തിനെ ഒന്ന് അതുമായിട്ട് കോമ്പാറ്റ് ചെയ്യാൻ പറ്റാതെ വരും പല സ്പീഷീസിന്. അങ്ങനെ അവർ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോവും. എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നത് നോക്കി, ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള ചില ആംഫീബിയൻസ് ഉണ്ട്, അവർക്ക് അങ്ങനെ ഉള്ള പ്രശ്നമുണ്ട്. ഹാബിറ്റാറ്റ് വ്യത്യാസപ്പെടുമ്പോഴത്തേക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ വാട്ടർ ക്വാളിറ്റി ആർ ഡിക്ലൈനിങ് ഡ്യൂ ടു വാർമിംഗ് ആൻഡ് പൊല്യൂഷനും വാർമിംഗ് കൊണ്ട് വാട്ടർ ക്വാളിറ്റിയും കുറയും. വാട്ടർ ക്വാളിറ്റി നല്ലതല്ലാതെ ഇരിക്കുമ്പോഴത്തേക്ക് അതും അവിടെയുള്ള ഓർഗാനിസത്തിൻ്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കും. ഇനി ഡിസീസസിൻ്റെ സ്പ്രെഡ്, അത് നമ്മൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിന് തുടക്കം മുതൽ കാണുന്ന ഒരു കാര്യമാണ്. വാമർ ക്ലൈമറ്റ് വരുമ്പോഴത്തേക്ക് പാത്തജൻസിൻ്റെ സ്പ്രെഡ് ഭയങ്കരമായിട്ട് കൂടും. അതേപോലെ ഈ ഇൻവേസീവ് സ്പീഷീസ് ഒക്കെ വരും. ഇൻവേസീവ് സ്പീഷീസ് വരുമ്പോഴത്തേക്ക് നേറ്റീവ് സ്വതവേയുള്ള ഇപ്പോൾ ഒരു എക്കോസിസ്റ്റത്തിൽ നാച്ചുറലായിട്ടുള്ള അനിമൽസ് അതിൻ്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കും. എങ്ങനെയാണ് ഇൻവേസീവ് സ്പീഷീസ് വന്നിട്ട് ഇവർ കഴിക്കുന്ന ആഹാരം ഇവരോട് കൺസ്യൂം ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് എക്സിസ്റ്റൻസ് ഇല്ലാതെ വരും. അല്ലെങ്കിൽ ഈ ഇൻവേസീവ് സ്പീഷീസ് ഇവരെ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എക്സിസ്റ്റൻസ് ഇല്ലാതെ വരും. അപ്പം അതൊക്കെ ഒരു റീസൺസ് ആണ്. എക്സാമ്പിൾ എന്താ കൊടുത്തേക്കുന്നത് നോക്കി, ഒരു ഫംഗസിൻ്റെ മീൻസ് സ്പ്രെഡാണ് ക്ലൈമറ്റ് ചേഞ്ച് വന്നപ്പോഴത്തേക്ക് അല്ലേ, ചിട്രേറ്റ് എന്ന് പറയുന്ന ഫംഗസ്. അപ്പോൾ അത് ഒരുപാട് കൂടിയപ്പോഴത്തേക്ക് ആംഫീബിയൻ പോപ്പുലേഷനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. ഇനി ഓഷനിലെ ചേഞ്ചസ് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് നോക്കി, കാർബൺ ഡയോക്സൈഡ് കൂടും. കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ കൂടും, കാരണം ഒരുപാട് ഇവാപ്രേഷനൊക്കെ നടക്കും. അപ്പം കാർബൺ ഡയോക്സൈഡിൻ്റെ എമൗണ്ട് വെള്ളത്തിൽ കൂടുമ്പോൾ വെള്ളം ആസിഡിഫൈഡ് ആവും. അസിഡിഫിക്കേഷൻ വരും, വാമിങ് ഉണ്ടാവും ഇല്ലേ. ഒരുപാട് അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഹൈ ആകുമ്പോൾ വാട്ടറും നാച്ചുറലായിട്ട് വാം ആവും. അപ്പം അത് മറൈൻ ലൈഫിനെ ഇമ്പയർ ചെയ്യും. ഉദാഹരണത്തിന് വാട്ടർ അസിഡിക് ആവുന്ന സിറ്റുവേഷനിൽ കോറൽ സ്പീഷീസ് അവർക്ക് കാൽസ്യം കാർബണേറ്റ് വെച്ചിട്ടാണ് അവരുടെ ആ ഷെൽ കോറൽ ഫോം ചെയ്യുന്നത്. അസിഡിക് വാട്ടറിൽ കാൽസ്യം കാർബണേറ്റ് ഉപയോഗിച്ചിട്ട് അവർക്ക് പിന്നെ ആ ഷെൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ബ്ലീച്ചിങ് ഉണ്ടാവും, എക്സിസ്റ്റൻസ്, കാരണം അവർക്ക് ഒരു എക്സിസ്റ്റൻസ് ഇല്ലാതെ പോകും. ഇത് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഓഷനിൽ ചേഞ്ച് ഉണ്ടാകുമ്പം അവിടുത്തെ പിന്നെ എന്താണ് ഫോണയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് എക്സ്ട്രീം വെതർ കണ്ടീഷൻസ്, ഡ്രൗട്ട്സ്, ഫ്ലഡ്സ്, സ്റ്റോംസ് ഇതൊക്കെ വരുമ്പോഴത്തേക്കും അത് ഹാബിറ്റാറ്റ്സ് ഡിസ്റപ്റ്റ് ചെയ്യും. സർവൈവൽ റേറ്റ്സ് അവിടെയുള്ള ഓർഗാനിസംസിൻ്റെ, അത് ഫ്ലോറയായാലും ഫോണയായാലും അതിൻ്റെ സർവൈവൽ റേറ്റിനെയൊക്കെ ബാധിക്കും. എക്സാമ്പിൾ ഫോറസ്റ്റ് ഫയേഴ്സ് വരും, അതുപോലെ ഹീറ്റ് വേവ്സ് വരും. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല, ഹാബിറ്റാറ്റ്സിൻ്റെ കാര്യമൊന്നും പറയേണ്ട, അതെല്ലാം കത്തി നശിച്ചു പോകും. അപ്പോൾ നമ്മൾ ഈ അടുത്തിടയ്ക്ക് പല പല ഫോറസ്റ്റ് ഫയേഴ്സും കണ്ടുകൊണ്ടില്ലേ, കത്തിക്കരിഞ്ഞ് കിടക്കുന്ന മൃഗങ്ങളുടെ പിക്ചേഴ്സൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിലും ഒക്കെ കാണത്തില്ലേ. അത് ഒരു കുരങ്ങൻ ഇങ്ങനെ ചത്ത് തീ പിടിച്ച് വെന്ത് അതിൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു ഭീകരമായിട്ടുള്ള മുഖങ്ങളാണ്. ആനിമൽസിൻ്റെ എക്സിസ്റ്റൻസിനെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലായി. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അനിമൽസിൻ്റെ മൈഗ്രേഷനെ ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചും മൈഗ്രേഷനും തമ്മിൽ ഒരുപാട് ലിങ്ക്ഡ് ആണ്. ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ കണ്ടായിരുന്ന ഹാബിറ്റാറ്റ്സിനെയൊക്കെയും ബിഹേവിയേഴ്സിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സർട്ടൻലി ദർ വിൽ ബി ആൻ ഇഫക്റ്റ് ഓൺ ദി മൈഗ്രേഷൻ പാറ്റേൺ. നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം.
കണ്ടോ ഫസ്റ്റ് അതാ തന്നെയാണ് പറയുന്നത് മൈഗ്രേഷൻ പാറ്റേണിൽ എന്ത് വ്യത്യാസം. ടൈമിങ് അല്ലേ, ഷിഫ്റ്റ് ഇൻ ടൈമിങ്. ചിലപ്പോൾ ഇപ്പോൾ ഒരു ബേർഡ് എടുത്തു കഴിഞ്ഞാൽ എന്താ ഒരു ബേർഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈമിലായിരിക്കും അത് അതിൻ്റെ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മൈഗ്രേറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ ഫുഡിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ പ്രോപ്പർ ഒരു ഗുഡ് മെയ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും, എന്തിനും ആയിക്കോട്ടെ. അപ്പോൾ ആ ടൈം എന്നുള്ളതാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിലായിരിക്കണം അത് അതിൻ്റെ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട്, ചേഞ്ചിങ് ടെമ്പറേച്ചർ കൊണ്ട് ആ ടൈമിങ്ങിൽ വ്യത്യാസം വരും. ഉദാഹരണത്തിന് ബേർഡ്സ്, ചില ബേർഡ്സ് അവർ പിന്നെ ലേറ്റ് സ്പ്രിങ്ങിലായിരിക്കും നോർമലി മൈഗ്രേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് അത് ഏർലിയർ സ്പ്രിങ്ങിലോട്ട് മാറും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, മൈഗ്രേറ്റ് ചെയ്യാതെ തന്നെ ഇരിക്കും. മൈഗ്രേറ്റ് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു അവരുടെ ഹോം സ്പേസ് ബേർഡിൻ്റെ, അപ്പം ഇതിന് ലേറ്റ് സ്പ്രിങ് ആകുമ്പോൾ മൈഗ്രേറ്റ് ചെയ്യണം. പക്ഷേങ്കിൽ ലേറ്റ് സ്പ്രിങ് ആകുമ്പോൾ ഇവിടെ ഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ ഇത് മൈഗ്രേറ്റ് ചെയ്യുമോ? ഇല്ല. അപ്പം അതാണ് ക്ലൈമറ്റിക് ചേഞ്ച് കൊണ്ട് മൈഗ്രേഷൻ്റെ പാറ്റേണിന് വ്യത്യാസം വരും. ഇനി ആൾട്ടേർഡ് റൂട്ടിൻ്റെ വ്യത്യാസങ്ങൾ. ടെമ്പറേച്ചർ റൈസ് ചെയ്യുകയും എക്കോസിസ്റ്റത്തിന് മാറ്റങ്ങൾ വരുമ്പം എന്തു ചെയ്യും, ഈ പല മൈഗ്രേറ്റിംഗ് സ്പീഷീസും അതിൻ്റെ അതിൻ്റെ തനതായ പല ഇയേഴ്സായിട്ട് അത് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന മൈഗ്രേറ്ററി റൂട്ടുകൾ മാറ്റേണ്ടി വരും അല്ലേ, പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക്. അപ്പം അവർ പുതിയ പുതിയ വഴികളിൽ കൂടെ പോകും അവരുടെ ഫുഡ്, പിന്നെ സ്യൂട്ടബിൾ ഹാബിറ്റേറ്റ്, ബ്രീഡിംഗ് ഗ്രൗണ്ട്സിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം റൂട്ടിൽ വ്യത്യാസം വരും, ടൈമിൽ വ്യത്യാസം വരും. അതാണ് ഇമ്പാക്റ്റ് ഓൺ മൈഗ്രേഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഡീഗ്രഡേഷൻ, അതിനകത്ത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് നമ്മൾ ഇതിനു മുമ്പുള്ള സ്ലൈഡിലെല്ലാം കണ്ടായിരുന്നു, വെറ്റ്ലാൻഡ്സിനൊക്കെ ഒരുപാട് എന്താണ് ഇമ്പാക്റ്റ്, നാശങ്ങളുണ്ടാകുന്നു. ഫോറസ്റ്റ്, കോറൽ റീഫ്സ്, ഈ ഈ ഈ പ്ലേസസ് എല്ലാം ഈ മൈഗ്രേറ്ററി ബേർഡ്സിൻ്റെ ബേർഡ്സിൻ്റെ ആയാലും എന്താ അതിൻ്റെ ഒരു ഹോൾട്ടിംഗ് പോയിന്റ് ആണ്, ഒരു സ്റ്റോപ്പ് ഓവറാണ്. അപ്പോൾ ഇത് നശിച്ചു പോവുകയോ അതിന് വ്യത്യാസം വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഹോൾട്ടിംഗ് പോയിന്റ്, ഒരു സ്റ്റോപ്പ് ഓവർ, അതിനെ ബാധിക്കും. അവരുടെ ആ യാത്രയിൽ അവർക്കൊന്ന് ഇടയ്ക്ക് ഇറങ്ങാൻ ഉള്ള ഒരു സ്ഥലമായിരിക്കും ഈ ഫോറസ്റ്റ് അല്ലെങ്കിൽ കോറൽ റീഫ് എന്നൊക്കെ പറയുന്നത്. അതില്ലാതാവുമ്പോഴത്തേക്ക് മൊത്തത്തിൽ അവരുടെ മൈഗ്രേഷൻ, ആ ബേർഡ്സിൻ്റെ ആ നോർമൽ ആ മൈഗ്രേഷൻ പാത്വേ തന്നെ ബാധിക്കും, ഈ ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഡീഗ്രഡേഷൻ. ഇനി അതിന് ഉദാഹരണം തന്നെ പറയാണ് മെൽറ്റിംഗ് ഐസ്, ആർട്ടിക് റീജിയനിൽ. അപ്പം അവിടുത്തെ മൈഗ്രേറ്ററി സ്പീഷീസായ പോളാർ ബിയേഴ്സ്, കാരിബോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇതാണ് ഒരു അനിമൽ. അപ്പം പോളാർ ഐസ് ക്യാപ്സോ അധികമായിട്ട് മെൽറ്റ് ചെയ്ത് പോകുമ്പം അവരുടെ സ്റ്റോപ്പ് ഓവർ പോയിന്റ്സ്, അവരുടെ ഫേവറബിൾ പ്ലേസ് ആണ് നശിച്ചു പോകുന്നത്. അതേപോലെ തന്നെയാണ് ഓഷൻ എടുക്കുമ്പം ഗ്ലോബൽ വാർമിംഗ് കൊണ്ടൊക്കെ ഒരുപാട് ഓഷൻ ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ മറൈൻ സ്പീഷീസിൻ്റെ മൈഗ്രേഷനെയും, പിന്നെ മറൈൻ സ്പീഷീസ് പലതുണ്ടല്ലോ, വെയിൽസ്, സീ ടർട്ടിൽസ് ഒക്കെ സാധാരണ മൈഗ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെയൊക്കെ മൈഗ്രേഷൻ പാറ്റേണിനെ അത് ബാധിക്കും. ഇനി ഫുഡ് അവൈലബിലിറ്റി. അപ്പം ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പം എന്തായാലും ഫുഡ് റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റിയും വ്യത്യാസമുണ്ടാവത്തില്ലേ? കാരണം എന്താണ്, നല്ല ചൂടത്ത് വിളയേണ്ട ഫലങ്ങളുണ്ടായിരിക്കും, തണുപ്പത്ത് വിളയേണ്ട ഫലങ്ങളുണ്ടായിരിക്കും. അപ്പം ഈ ചൂട് തണുപ്പൊക്കെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു പർട്ടിക്കുലർ ടൈമിലായിരിക്കും വരുന്നത്. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴത്തേക്ക് ആ കൃത്യമായ സമയങ്ങളിൽ ആ ഒരു ടെമ്പറേച്ചർ, ആ ഫേവറബിൾ ക്ലൈമറ്റ് വരത്തില്ല. അപ്പോൾ ആ ഫുഡ് റിസോഴ്സസ് അവിടെ ഉണ്ടാവാതൊക്കെ ഇരിക്കും അല്ലേ. അപ്പോൾ ഈ മൈഗ്രേറ്ററി ആനിമൽസ് സാധാരണ ഒരിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ എന്തിനായിരിക്കും, ഒരു പർട്ടിക്കുലർ ഫുഡ് റിസോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം ഈ ബേർഡ്സ് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് ആ ഫുഡ് സോഴ്സിന് വേണ്ടിയിട്ട് ആ പർട്ടിക്കുലർ ഏരിയയിൽ വരുമ്പോൾ അത് അവിടെ കാണത്തില്ല അല്ലേ. അവിടുത്തെ കാലാവസ്ഥ സ്യൂട്ടബിൾ അല്ലാത്തതുകൊണ്ട് അവിടെ അത് ഉണ്ടായി കാണത്തില്ല. അപ്പോൾ എന്തായും അവർ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന അത് ഫ്യൂട്ടൈൽ, ആ ഒരു മൈഗ്രേഷൻ കൊണ്ട് ഫലമില്ലാതെ ആവും. അത് ഫുഡ് അവൈലബിലിറ്റിയുടെ ഒരു ഇമ്പാക്റ്റ്, മീൻസ് ഫുഡ് അവൈലബിലിറ്റിയിൽ വരുന്ന വ്യത്യാസമാണ് ബിക്കോസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ഇനി ഇൻക്രീസ്ഡ് എനർജി എക്സ്പെൻഡിച്ചർ, അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രേറ്ററി റൂട്ടിന് വ്യത്യാസം വരുന്നു. നമുക്ക് മുമ്പ് പോകുന്നതിനെക്കാട്ടിലും വളരെ ദൂരമൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അത് എനർജി എക്സ്പെൻഡിച്ചറാണ്. ആനിമൽസിന് അധികമായിട്ട് എനർജി സ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പം പല പല പ്രതികൂല സാഹചര്യങ്ങൾ വരും, മോർട്ടാലിറ്റി റേറ്റ്സ് ഒക്കെ കൂടും, റീപ്രൊഡക്റ്റീവ് സക്സസ് കുറയും.
അതൊക്കെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ്, ക്ലൈമറ്റ് ചേഞ്ച്, ഹ്യൂറിക്കെയിൻസ്, ഡ്രോട്ട്സ്, ഇതെല്ലാം അതിൻ്റെ മൈഗ്രേഷൻസിനെയൊക്കെ ബാധിക്കുമല്ലോ അല്ലേ, നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇനി സ്പീഷീസ് സ്പെസിഫിക് എക്സാമ്പിൾസ്, ബേർഡ്സിൻ്റെ കേസ് ഒന്ന് എടുക്കുവാണേ. ബേർഡ്സിൻ്റെ കേസ് വെച്ച് തന്നെയാണ് കൂടുതലും പറഞ്ഞത്. ബേർഡ്സിൻ്റെ എടുക്കുമ്പോഴത്തേക്ക് മെനി ബേർഡ് സ്പീസീസ് ആർ മൈഗ്രേറ്റിംഗ് ഷോർട്ടർ ഡിസ്റ്റൻസ്. അപ്പം മുമ്പ് ലോങ്ങർ ഡിസ്റ്റൻസ് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് ബേർഡ്സ് ആയിരിക്കും, അവരുടെ മൈഗ്രേഷനൊക്കെ ഷോർട്ടർ ഡിസ്റ്റൻസിലേക്കായി പോകും. അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് നോൺ മൈഗ്രേറ്ററി ബേർഡായിട്ട് വേണമെങ്കിലും മാറും. മുമ്പ് മൈഗ്രേറ്ററി ആയിരുന്നു, പിന്നെ അത് മൈഗ്രേറ്റ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ തൻ്റെ യൂറോപ്യൻ ബ്ലാക്ക് ക്യാപ്സ് എന്ന് പറയുന്ന ബേർഡ്, ഇത് ബ്രിട്ടനിൽ നിന്നിട്ട് എന്താണെന്നറിയാമോ, സതേൺ യൂറോപ്പിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ബേർഡാണ്. എന്താണ്, ഫേവറബിൾ ക്ലൈമറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ബ്രിട്ടനിലിരിക്കുമ്പോൾ തന്നെ ഇതിന് ഫേവറബിൾ ക്ലൈമറ്റ് കിട്ടിയാൽ ഇത് സതേൺ യൂറോപ്പിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുമോ? ഇല്ല. അപ്പം അതാണ് പറയുന്നത്, ബേർഡ്സിൻ്റെ മൈഗ്രേഷൻ പാറ്റേൺ, മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബേർഡ് ക്ലൈമറ്റ് ചേഞ്ച് മൂലം എന്താണ് പിന്നീട് മൈഗ്രേറ്റ് ചെയ്യാത്തവരായിട്ട് മാറും. മറൈൻ ലൈഫ് എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് പറയുന്നുണ്ടല്ലോ, സാൽമണിൻ്റെയും കോഡിൻ്റെയൊക്കെ അല്ലേ, ദേ ഷിഫ്റ്റ് ടു കൂളർ വാട്ടേഴ്സ്. ഓഷൻസ് എല്ലാം ഇങ്ങനെ വാമ ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവർ അങ്ങോട്ട് പോകും, കൂളർ വാട്ടേഴ്സിലോട്ട് പോകും. കൂളർ വാട്ടേഴ്സിലേക്ക് പോകുമ്പം അവർ പുതിയൊരു എക്കോസിസ്റ്റമാണ്, മീൻസ് ഒരു ഫുഡ് വെബിൻ്റെ പാർട്ടാവുകയാണ്. അവിടുത്തെ എക്കോസിസ്റ്റത്തിൻ്റെ മൊത്തം സെറ്റപ്പിൽ വ്യത്യാസം വരും. അതിനൊക്കെ ഓരോ പല രീതിയിലെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള വളരെയധികം ഇമ്പാക്ട്സ് ഉണ്ടാവും ഇല്ലേ. കാരണം ഇപ്പോൾ ഒരു എക്കോസിസ്റ്റത്തിൽ കുറേ ആൾക്കാർ തമ്മിൽ എന്താണ് ഫുഡ് വഴി റിലേറ്റഡ് ആണ്. അപ്പം അതിലേക്കായിരിക്കും പതിവിന് വിപരീതമായിട്ട് ഈ സാൽമൺസ് ആൻഡ് കോഡ് വരുന്നത് പുതിയൊരിടത്തേക്ക്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഡിസ്ട്രപ്ഷൻ വരത്തില്ലേ? അതാണ് പറഞ്ഞത്. അത് അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാൻ കാരണം ഓഷൻസ് വാമർ ആയതുകൊണ്ടാണ്. ഇൻസെക്ട്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പോളിനേറ്റേഴ്സ്, ബട്ടർഫ്ലൈസ്, ബീസ്, അവരുടെയൊക്കെ മൈഗ്രേറ്ററി ബിഹേവിയർ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് അവർ പോളിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റ്സ് അതും വ്യത്യാസപ്പെടും. അപ്പം അതാണ് അടുത്തൊരു റീസൺ. ഇനി മിസ്മാച്ച് ഇൻ എക്കോസിസ്റ്റം ഡൈനാമിക്സ്, അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബേർഡ്സ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ മോസ്റ്റ് ഓഫ് ദി എക്സാമ്പിൾസ് ഞാൻ പറയുന്നത്. ബേർഡ്സിൻ്റെ എടുക്കുമ്പോൾ അവരൊരു പർട്ടിക്കുലർ ഏരിയയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ മൈഗ്രേഷൻ തുടങ്ങുന്നത് ചില പൂക്കൾ പൂക്കുമ്പോൾ, അല്ലെങ്കിൽ ചില അവർ പോകുന്ന ഏരിയയിൽ ചില ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന സമയം, അങ്ങനെ അതുമായിട്ട് സിങ്ക്രണൈസ്ഡ് ആണ്. അപ്പം അവർ അവിടെ ചെല്ലുന്ന സമയത്ത് അത് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പം ആ സിങ്ക്രണൈസ്ഡ് ആയിട്ട് അവർ പോകുമ്പം ഈ പക്ഷികൾ അവിടെ പറന്നെത്തുമ്പോൾ അവിടെ ആ ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കണം. ആ സിങ്ക്രണൈസേഷൻ ഇല്ലാതെ വരും. ക്ലൈമറ്റ് ചേഞ്ച് ഡിസ്ട്രപ്റ്റ് ദാറ്റ് സിങ്ക്രണൈസേഷൻ. അങ്ങനെ എക്കോളജിക്കൽ ഇംബാലൻസസ് ഉണ്ടാവും. ഇനി കൺസർവേഷൻ ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാരണം ഇങ്ങനെ മൈഗ്രേറ്ററി ബേർഡ്സ് അവരുടെ മൈഗ്രേഷനെ കൺസേർവ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ കൺട്രീസ് വഴി, മൾട്ടിപ്പിൾ ഹാബിറ്റാറ്റ് വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് അതെല്ലാം പോയിട്ട് കൺസേർവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമോ, ക്ലൈമറ്റ് റെസിലൻറ്റ് ഹാബിറ്റാറ്റ്സ് ഉണ്ടാക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണെന്ന് അറിയാമോ, ക്ലൈമറ്റ് ചേഞ്ച് ബാധിക്കാത്ത നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത ഹാബിറ്റാറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതേപോലെ അങ്ങനെ ഇതിനെ ക്ലൈമറ്റ് ചേഞ്ച് ഒന്നും ബാധിക്കത്തില്ല. അപ്പം നമ്മളുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സർവൈലൻസോട് കൂടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ക്ലൈമറ്റ് ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന തരം ഹാബിറ്റാറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ വൈൽഡ് ലൈഫ് കോറിഡോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോറിഡോർ എന്ന് പറഞ്ഞാൽ എന്താണ്? വരാന്ത അല്ലേ. വൈൽഡ് ലൈഫ് കോറിഡോർ എന്ന് പറയുമ്പോൾ എന്തുവാണ്? ഇപ്പം വലിയൊരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ റോഡ് പോകുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ആനിമൽസിന് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ എന്താ, ഇവിടെ ഒരു ബ്രിഡ്ജോ വല്ലോ ഒന്ന് പണിത് കൊടുക്കുക. അപ്പം ഇവിടുത്തെ അനിമൽസിന് അതുവഴി പോവാം. ഇവരുടെ ആ ഒരു യാത്ര, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റിനെ ബാധിക്കത്തില്ല. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഫോറസ്റ്റ് ഏരിയ ആണ്, ഇപ്പുറത്തെ ഫോറസ്റ്റ് നടുക്കൂടെ റോഡ് പോവുകയാണ്. പക്ഷേങ്കിൽ ആനിമൽസിന് അതിനകത്തൊന്നും പെടാതെ ഇങ്ങനെ മൂവ് ചെയ്യാം. വൈൽഡ് ലൈഫ് കോറിഡോർസ്.
പിന്നെ അടുത്തൊരു കൺസർവേഷൻ സ്ട്രാറ്റജിയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഓവർ ആവുന്നത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. നമ്മൾ അതിനു മുമ്പുള്ള സ്ലൈഡിൽ കണ്ടായിരുന്നു. അപ്പം ഇത്രയുമൊക്കെയാണ് ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ഇമ്പാക്റ്റുകളും. അപ്പം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു 2 വീഡിയോയിലായിട്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. സോ വിത്ത് ദിസ് ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് സെക്ഷൻ. താങ്ക് യു. I'm an icon, man. I'm a girl about a 10. I should fuck her in a Benz.